എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1973 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മളുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് ഡോക്ടർ ജി ഹരികുമാർ സാറാണ്. MD ഹോമിയോപ്പതി, MD ആയുർവേദം, MD അലോപ്പതി, നാച്ചുറോപ്പതി ആൻഡ് യോഗ, MBA, LLB, ഈ എല്ലാ ബിരുദങ്ങളുമുള്ള ഡോക്ടറാണ്. മുൻ ആരോഗ്യ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ, മുൻ സ്റ്റേറ്റ് കമ്മീഷണർ, ഗവൺമെന്റ് സെക്രട്ടറി എക്സ് ഒഫീഷ്യ കേരളം. 40 വർഷത്തിലധികം ചികിത്സാ പരിചയം. ഇന്നത്തെ വിഷയം ആരോഗ്യം വിലയ്ക്ക് വാങ്ങരുത്. ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നതിന് ജി ഹരികുമാർ ഡോക്ടറിനെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സാറിന് ആരംഭിക്കാം. സാർ വന്നിട്ടുണ്ടല്ലോ അല്ലേ? സാറിനെ കാണുന്നില്ല, അറിയാമോ ഡോക്ടറെ? സാർ കേറിയിട്ടില്ലെന്നാണ് ഈ തോന്നുന്നു. ഉണ്ടല്ലോ, സാറിനെ കോഹോസ്റ്റ് ആക്കിയിട്ടില്ല. ആയി, ശരി. വന്നു. സാറ് കോഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റും. അൺമ്യൂട്ട് ചെയ്യാം സാറേ. ഇപ്പൊ അൺമ്യൂട്ടായി. കാണാമല്ലോ. കാണാം. കുറച്ചുകൂടെ കുറച്ചൊന്നും ക്യാമറ സാറിന്റെ ഒത്തിരി കൂടെ ഒന്ന് താഴ്ത്തി വെക്കണമെന്ന് തോന്നുന്നു. മുഖം മുകളിലായി. കുഴപ്പമില്ല സാറേ, ഇപ്പൊ കാണാം. ഇച്ചിരി മാറ്റി വെച്ചാൽ മതി. കാണാവോ? കാണാം. തല ഇവിടെ കേൾക്കുന്നില്ല. അതെ ഡോക്ടർ, മിറർ സ്ക്രീനിലോട്ട് നോക്കിക്കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക, അപ്പൊ കറക്റ്റ് ആയിട്ട് വരും. ഡോക്ടർ മുമ്പോട്ട് വരുന്നോണ്ടാ, അത്രയും മുമ്പോട്ട് വരണ്ട. അല്ല ഡോക്ടർ ഇച്ചിരി കൂടെ പുറകോട്ടിരുന്നാ കുഴപ്പമില്ല. പുറകോട്ടിരുന്നാ മതി, ഒരു കുഴപ്പമില്ല. ഇച്ചിരി അടുത്തിരിക്കുക. കുറച്ചുകൂടെ അടുത്തായി പോയോണ്ട്. അല്ല, അതിപ്പോ ഒരുപാടായി. നമ്മളെ സ്ക്രീനിലോട്ട് നോക്കുമ്പോ കറക്റ്റ് ആയിട്ട് നമ്മുടെ പൊസിഷൻ മനസ്സിലാവും. ഹലോ. അത്ര അടുത്ത് ഇപ്പൊ കറക്റ്റ് ആണ്. ഇച്ചിരി പുറകോട്ട് ഇരുന്നാ മതി. ഡോക്ടർ ധനേഷ് പറയുന്നത് എനിക്കൊന്നും കേൾക്കാൻ പറ്റില്ല. കുറച്ച് ഇപ്പൊ കുഴപ്പമില്ല. ഡോക്ടർ അല്പം പുറകോട്ട് ഇറങ്ങി ഇരുന്നാ മതി. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. തുടങ്ങാം സാറേ, കുഴപ്പമില്ല. തുടങ്ങിക്കോ, കുഴപ്പമില്ല. സംസാരിച്ചു വരുമ്പോ ശരിയാവും. ഹലോ. കേക്കാം. കാണാം. കുഴപ്പമില്ല സാറേ, തുടങ്ങിക്കോ. സാറ് തുടങ്ങിക്കോ. അങ്ങോട്ട് കേൾക്കും. അരുമാറെ കുറച്ച് പിന്നിലേക്ക് ഇരുന്നാ മതി. നമ്മൾ പറയുന്നത് വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റുന്നില്ല. ഹലോ. കേൾക്കാൻ പാടില്ല. അല്ല, നമുക്ക് കേൾക്കാവേ. ഡോക്ടർ കാണാം, കേൾക്കാൻ പാടില്ല. ഞങ്ങൾക്ക് കേൾക്കാം, പക്ഷെ അത് ഡോക്ടറുടെ ഫോണിൽ സൗണ്ട് കുറവായിട്ട് വെച്ചിട്ടായിരിക്കും. അതിനകത്തെ താഴെ കമ്പ്യൂട്ടറിന്റെ താഴെ. ഹലോ. അരി ഒന്ന് പുറകോട്ടിരുന്നാ മതി. അരി ഒന്ന് പുറകോട്ടിരുന്നാ മതി, അത് ശരിയാവും. ഹലോ, കേക്കാവോ? ഡോക്ടർ പറയുന്നത് ഞങ്ങൾക്ക് കേക്കാം. പക്ഷെ എനിക്ക് കേൾക്കാൻ പാടുന്നില്ല. പറ്റുന്നില്ല. ഇപ്പൊ കേക്കാം. ശരി. ഒന്ന് ഇനി വീഡിയോ ഓണാക്ക്. ഇപ്പൊ വീഡിയോ ഓണല്ല. ഹലോ. പറയട്ടെ. അല്ല, വീഡിയോ ഓണല്ല. അത് എന്താ പറയാ, വീഡിയോ ഓൺ ചെയ്യുമ്പോ കേൾക്കാൻ പറ്റുന്നില്ല. അതാണ്. ശരി. അപ്പൊ നെറ്റ്വർക്ക് വീക്കാണ്, അതുകൊണ്ടാണ്. അപ്പൊ കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെ പോട്ടെ. നോക്കട്ടെ, ഒരു സെക്കൻഡ്. ഹലോ, ഇപ്പൊ കേൾക്കാമല്ലോ അല്ലേ? ഇപ്പൊ കേൾക്കാൻ. വീഡിയോ പോയി. ശരി. ഇപ്പോഴോ? ഇപ്പൊ രണ്ടും ഉണ്ട്. കേൾക്കുകയും ചെയ്യാൻ, കാണുകയും ചെയ്യാം. മതി. ഇത് കറക്റ്റാ. ശരി. താങ്ക് യു. ആദ്യമായിട്ട് എനിക്കൊരു ഇങ്ങനെ അവസരം തന്ന IFPHന് ഒരു നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഡോക്ടർ ധനേഷിനും മറ്റുള്ള എല്ലാ
PH മെമ്പേഴ്സിനും. ഇന്നത്തെ നമ്മളെ ടോക്ക് എന്ന് പറയുന്നത് ആരോഗ്യം വിലയ്ക്ക് വാങ്ങരുത്. ഇതൊരു ജനറൽ ടോക്കാണ്. കാരണം ഞാനിങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്ക് നമ്മുടെ ISPH ഒരുപാട് ജനറൽ ടോപ്പിക്കുകൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളെ ഡോക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ ടോക്ക് എന്ന് പറയുന്ന ഡോക്ടേഴ്സിനെ ഇൻ ജനറൽ പബ്ലിക്കിനെ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ എടുക്കുവാണെങ്കിൽ നമ്മളെ രാജ്യത്ത് തന്നെ ഡിസ്കസ് ചെയ്യുക അല്ലെങ്കിൽ ലോകത്ത് തന്നെ ഡിസ്കസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു സാധനം എന്ന് പറയുന്നത് തീവ്രവാദമാണ്. അത് കഴിഞ്ഞാൽ ഏറ്റവും അധികം ഡിസ്കസ് ചെയ്യുന്നത് നമ്മളുടെ ആരോഗ്യ മേഖലയെക്കുറിച്ചാണ്. അപ്പോൾ ഈ ആരോഗ്യ മേഖലയിൽ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത് രോഗത്തെക്കുറിച്ചും എങ്ങനെ രോഗത്തെ ചികിത്സിക്കാം എന്നതിനെ കുറിച്ചാണ്. ആരും വലിയ രീതിയിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗമില്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ ആയുർവേദത്തിൽ പറയുന്ന പോലെ സ്വസ്ഥൻ എന്ന് പറയുന്ന ആ ഒരവസ്ഥയെക്കുറിച്ച് ആരും ചിന്തിക്കുന്നുമില്ല, ഡിസ്കസ് ചെയ്യുന്നുമില്ല എന്നാണ്. അതാണ് ശരിക്കും വേണ്ടത്. എങ്ങനെ രോഗമില്ലാതെ ജീവിക്കാൻ പറ്റും അതിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതിനാണ് ഞാൻ എൻ്റെ ഈ ടോക്കിൽ ഇമ്പോർട്ടൻസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. ഇപ്പം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ചികിത്സിക്കുക. അങ്ങനെ രോഗം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 വർഷം മുമ്പ് വരെ നിങ്ങൾ ആരും കേട്ടിട്ടുണ്ടാവില്ല. അത്രയധികം സിംറ്റംസ് അതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ പ്രയാസങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് രോഗി പറയുകയാണെങ്കിൽ മാത്രമേ വൈറ്റമിൻ D3 നോക്കിയിരുന്നുള്ളൂ. ഇപ്പം പനിയായിട്ട് പോയാലും എല്ലാ ഹോസ്പിറ്റലുകാരും എല്ലാ ഹെൽത്തുകാരും വൈറ്റമിൻ D3 നോക്കാൻ പറയുകയാണ്. അതിൻ്റെ രസം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50 വയസ്സ് അല്ലെങ്കിൽ 45 വയസ്സ് കഴിഞ്ഞ ആൾക്കാരുടെ വൈറ്റമിൻ D3 നോക്കിയാൽ ഒരു 80%, അതായത് ഒരു 10,000 പേരെ നോക്കിക്കഴിഞ്ഞാൽ 8,000 പേർക്കും വൈറ്റമിൻ D3 കുറവായിരിക്കും. അപ്പോൾ ഇവരെല്ലാം രോഗികളാണോ? അല്ല, രോഗികളാക്കപ്പെടുകയാണ് ചെയ്യുന്നത്, രോഗികളെ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. ഈ 80,000 പേരെടുത്ത് നിങ്ങൾ വൈറ്റമിൻ D3 3 ആഴ്ച അല്ലെങ്കിൽ 6 ആഴ്ച കഴിച്ചിട്ട് നോക്കിയിട്ട് വരാൻ പറയുമ്പം അവർ നോക്കിയിട്ട് വരുമ്പോൾ നോർമലായിരിക്കും. നിങ്ങൾ ഇപ്പം നോർമലാണ്, കുഴപ്പമില്ല, അല്ല നിങ്ങൾ ഒരു 3 മാസം കഴിഞ്ഞ് ഒന്നുകൂടെ നോക്കിയിട്ട് വരാം. 3 മാസം കഴിഞ്ഞ് നോക്കുമ്പോൾ പിന്നെയും കുറവാണ്. അപ്പോഴങ്ങനെ രോഗിയെ സൃഷ്ടിക്കപ്പെടുന്ന, അതുപോലെ തന്നെയാണ് ഇപ്പം പുതിയൊരു കാര്യം വൈറ്റമിൻ B12. അതിനു മുമ്പുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പം കൊളസ്ട്രോൾ. ഒരു എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ കൊളസ്ട്രോൾ, ഞാനൊക്കെ MBBS പഠിക്കുന്ന സമയത്ത് 250 കൊളസ്ട്രോളിൻ്റെ വാല്യൂ. അത് പിന്നെ കുറഞ്ഞ് 220 180 150 ഇപ്പം പറയുന്നത് ഹാർട്ടിനുമായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ 135 അല്ലെങ്കിൽ 150 നിൽക്കണം എന്നാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറൗണ്ട് 200 നിന്നാൽ മതി. പിന്നെ ആളുകളിൽ തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ഭയം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതായത് കൊളസ്ട്രോൾ അങ്ങോട്ട് കൂടിക്കഴിഞ്ഞാൽ അടുത്ത ദിവസം ഹാർട്ട് അറ്റാക്ക് വരുന്നതാണ് പറയുന്നത്. ആ രീതിയിലുള്ള ഒരു ഭയം സൃഷ്ടിക്കുക. അപ്പോഴും ഒരു ഭയം സൃഷ്ടിക്കുക, രോഗികളെ സൃഷ്ടിക്കുക എന്നുള്ള ഒരു രീതിയാണ് പൊതുവെ ഇന്ന് കണ്ടുവരുന്നത്. അല്ലാതെ നമ്മൾക്ക് എങ്ങനെ ആരോഗ്യപരമായിട്ട് ജീവിക്കാം എന്ന് ആരും വലുതായിട്ട് പറഞ്ഞു കൊടുക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത്. പിന്നെ ചികിത്സയ്ക്ക് ഇപ്പം എല്ലാ ഹോസ്പിറ്റലുകാരും ഒരു പ്രോട്ടോകോൾ ഉണ്ടാക്കി വെച്ചേക്കുകയാണ്. ആ പ്രോട്ടോകോളിൽ നിന്ന് അവിടെ വർക്ക് ചെയ്യുന്ന ഡോക്ടർമാർക്ക് വ്യതിചലിക്കാൻ പറ്റത്തില്ല, പ്രത്യേകിച്ച് സ്വകാര്യ സംരംഭങ്ങളിൽ. അതിൽ നിന്ന് വ്യതിചലിക്കുകയാണെങ്കിൽ ഹോസ്പിറ്റൽ അതോറിറ്റീസ് പറയും, നിങ്ങൾ ഇതിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ഒരു കേസോ മറ്റോ കാര്യങ്ങളോ വരുവാണെങ്കിൽ നിങ്ങൾക്കൊരു സംരക്ഷണം ഞങ്ങൾ തരില്ല, അല്ലെങ്കിൽ കേസ് ഞങ്ങൾ നടത്തൂല, നിങ്ങൾ തന്നെ നടത്തിക്കോളും. അപ്പോൾ ഡോക്ടർമാർ തിരിച്ച് അതിലോട്ട് ആ പ്രോട്ടോകോളിലോട്ട് തന്നെ പോകുന്ന ഒരു പ്രവണതയാണ് കാണുന്നത്. അപ്പോൾ പ്രോട്ടോകോൾ വരെ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്നത് അത് രോഗികൾക്ക് നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട്, സയന്റിഫിക് ആയിട്ട് കൊടുക്കാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനൊരു എക്സ്പ്ലനേഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ശരി തന്നെയാണ്, പക്ഷെ അതല്ല അതിൻ്റെ പിന്നിലുള്ളതെന്ന്. ഇന്ന് തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഹോസ്പിറ്റലുകളും ബിഗ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളാണ് വരുന്നത്. ചെറിയ ഹോസ്പിറ്റലുകളെല്ലാം ഈ അടുത്ത സമയത്ത് തന്നെ പത്രങ്ങളിലൊക്കെ വന്ന ന്യൂസാണ്. ചെറിയ ഹോസ്പിറ്റലുകളെല്ലാം അടച്ചു പോകുന്നു. കാരണം എന്താണ്? ഇത്തരം. പിന്നെ ആളുകൾക്ക് ഇതിനൊരു വലിയൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്.
ആളുകൾ വിചാരിക്കുന്ന എന്താണ്, മൾട്ടി സ്റ്റോറീഡ് 5 സ്റ്റാർ ബിൽഡിങ്സും അതുപോലെ കോട്ടും ടൈയും കെട്ടിയ ഡോക്ടർമാരുണ്ടെങ്കിൽ അവരാണ് വലിയ ഡോക്ടർമാരെന്ന് ചിന്തിക്കുന്ന ഒരു ജനസമൂഹം. അതാണ് ഏറ്റവും വലിയ. അപ്പോൾ ആളുകൾക്കും ഇതിൽ പങ്കുണ്ടെന്നുള്ളതാണ്, ഡോക്ടർമാർക്ക് മാത്രമല്ല ആളുകൾ. ഇപ്പോൾ ഡോക്ടർമാർ രോഗികളാക്കുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണം, സിമ്പിൾ ഉദാഹരണം ഞാൻ പറയാം. ഒരു തുമ്മലായിട്ട് പോയി കഴിഞ്ഞ് ഒരു 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ഡോക്ടർ പറയും നിങ്ങളുടെ മൂക്കിനൊരു ചെറിയ വളവുണ്ടെന്ന് പറയും. അപ്പോഴത്തേക്ക് പറയും അത് സർജറി ചെയ്യേണ്ടി വരും, അതുകൊണ്ട് അതാണ് പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ആളുകൾ വെല്ലിക്കലേക്ക് അപ്പോൾ 2-3 പ്രാവശ്യം പിന്നെയും വരുമ്പോൾ ചെല്ലുമ്പോൾ പറയും ഇത് ഞാൻ അന്നേ പറഞ്ഞില്ലേ ഒരു DNS ഉണ്ടെന്ന്. അത് ആണെന്ന് പറയും. കുറച്ച് ദിവസം ഇങ്ങനെ തുടർന്ന് ഈ തുമ്മൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് രോഗി തന്നെ പ്രയാസം കൊണ്ട് എന്നാ ഡോക്ടറെ നമുക്കത് ഓപ്പറേറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ ഓപ്പറേറ്റ് ചെയ്ത് ഒരു 2-3 വർഷത്തേക്ക് വലിയ കുഴപ്പമുണ്ടായിരിക്കത്തില്ല. അത് കഴിയുമ്പോഴത്തേക്കായിരിക്കും ഒരു സുപ്രഭാതത്തിൽ ചുമയും ശ്വാസം മുട്ടലും വരുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ച് ഈ ഡോക്ടറെ അടുത്ത് ഓടിച്ചല്ലോ, ഡോക്ടറെ ഇപ്പം തുമ്മലില്ല, പക്ഷേ എനിക്ക് ഇന്നലെ ഭയങ്കര ശ്വാസം മുട്ടലൊക്കെ ആയിരുന്നു എന്ന് പറയും. അപ്പോൾ ഡോക്ടറെല്ലാം പരിശോധിച്ചിട്ട് പഴയ പോലെ തന്നെ നമ്മളെ സ്കോപ്പിയും മറ്റുള്ള കാര്യങ്ങളും ബ്ലഡും എല്ലാം നോക്കിയിട്ട് പറയും നിങ്ങൾക്കിപ്പം ENT സംബന്ധമായിട്ടൊരു കാര്യമില്ല, നിങ്ങൾ പോയിട്ടൊരു റെസ്പിറേറ്ററി സ്പെഷ്യലിസ്റ്റിനെ അല്ലെങ്കിൽ പൾമണോളജിസ്റ്റിനെ കാണാൻ പറയും. അതുപോലെ നമ്മൾ ഓടിപ്പോയിട്ട് പൾമണോളജിസ്റ്റിനെ കാണും. അദ്ദേഹം നോക്കിയിട്ട് പറയാം നിങ്ങൾക്ക് ശ്വാസം മുട്ടലിൻ്റെ ചെറിയൊരു ഇതുണ്ട്, അപ്പോൾ നിങ്ങൾ ഈ ഇന്ന മരുന്നുകൾ കഴിക്കൂ എന്ന് പറഞ്ഞ് മരുന്ന് അത് വളരെയധികം ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ ചെയ്തിട്ടായിരിക്കും മിക്കവാറും. എക്സ്റേ അതുപോലെ തന്നെ വേണമെങ്കിൽ HRCT എന്ന് പറയുന്ന CT ലങ്ങിൻ്റെ ഒക്കെ എടുത്തിട്ടായിരിക്കും. അപ്പോഴും അദ്ദേഹം എഴുതി കൊടുക്കുന്ന മരുന്ന് ഈ രോഗി കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ശ്വാസം മുട്ടലൊന്നുമില്ല, എല്ലാം ശരിയാണ്, അതങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ നേസൽ സ്പ്രേ ആയിരിക്കും, അല്ലെങ്കിൽ ഇൻഹെയിലർ തെറാപ്പി ആയിരിക്കും. അതിങ്ങനെ വർഷങ്ങളോളം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ ഒരു കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് രോഗി ഇച്ചിരി അനങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ബസ് അങ്ങോട്ട് മാറ്റി നിർത്തി ഓടുകയാണെങ്കിൽ ഉടനെ ശ്വാസം മുട്ടൽ വരും. അപ്പോൾ നമ്മൾ വീണ്ടും ഈ ഡോക്ടറെ കാണും, ഇതേ പ്രൊസീജിയർ ഇതേ ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ ചെയ്തിട്ട് പറയും നിങ്ങളെ ലങ്സിനും മറ്റുള്ളതിനൊന്നും ഒരു കുഴപ്പമില്ല, നിങ്ങൾ പോയിട്ടൊരു ഹാർട്ട് സ്പെഷ്യലിസ്റ്റിനെ കാണാൻ പറയും. അദ്ദേഹം നോക്കിയിട്ട് പറയും നിങ്ങളുടെ ഹാർട്ടിന് ഒരു ചെറിയ കുഴപ്പമുണ്ട്, പമ്പിങ്ങിന്, അതിന് ഇത് മരുന്നൊക്കെ കഴിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യക്കോ അതുപോലെ തന്നെ ECG ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു മരുന്ന് എടുത്തി കൊടുക്കും, അത് നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. കുറച്ച് ദിവസം കഴിയുമ്പം നമുക്ക് ഓടിയാലും ശ്വാസം മുട്ടലില്ല, വേറൊന്നുമില്ല, വേറെ കുഴപ്പമില്ല, പടി കയറാം, 2ാമത്തെ നിലയിൽ കയറാം, ഒരു കുഴപ്പമില്ല. അപ്പോഴത്തേക്കായിരിക്കും നമ്മുടെ കാലിലൊരു ചെറിയ നീര് കാണുന്നത്. അപ്പോൾ ഉടനെ നമ്മൾ ഈ കാർഡിയോളജിസ്റ്റിനെ പിന്നെയും കാണാൻ പോകും. അപ്പോൾ ഈ മറ്റു മരുന്നുകളെല്ലാം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ കാർഡിയോളജിസ്റ്റിനെ കാണുന്നത്. കാർഡിയോളജിസ്റ്റ് 2ാമത് ഇതെല്ലാം ഒന്ന് നോക്കിയിട്ട് പറയാം നിങ്ങൾക്കൊരു ഈ ഹാർട്ട് സംബന്ധമായിട്ട് ഒരു പ്രശ്നമില്ല, എല്ലാം കുഴപ്പമില്ല. അതേസമയം നിങ്ങൾ പോയിട്ട് ഒരു നെഫ്രോളജിസ്റ്റിനെ കാണാൻ പറയും. അപ്പോഴേ നെഫ്രോളജിസ്റ്റിൻ്റെ അടുത്ത് ചെല്ലുമ്പം പുള്ളിക്കാരനും ഇതുപോലെയുള്ള എല്ലാ സാധനങ്ങളും ഇൻവെസ്റ്റിഗേഷനും എല്ലാം ചെയ്തിട്ട് പുള്ളി പറയും കിഡ്നിയുടെ ഫിൽറ്ററിങ്ങിൽ അല്ലെങ്കിൽ മെക്കാനിസത്തിൽ ഒരു ചെറിയ കുഴപ്പമുണ്ട്, അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഫലമായിട്ടാണ് കാലിൽ നീര് വരുന്നത്, 2 കാലിൽ ഈ മരുന്ന് കഴിക്കാൻ പറ്റും. അത് നമ്മൾ കഴിക്കും. കുറച്ച് ദിവസം കഴിയുമ്പോൾ നീരും പോവും, കുഴപ്പമില്ല. ഒരു സുപ്രഭാതത്തിൽ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഒരു സുപ്രഭാതത്തിൽ ഹാർട്ടും കുഴപ്പമാവും, കിഡ്നിയും കുഴപ്പമാവും, ലങ്ങും കുഴപ്പമാവും, എല്ലാം കുഴപ്പമാവും. അതിനെ നമ്മൾ പറയുന്ന പേരാണ്, നല്ലൊരു ഓമന പേരും കൊടുക്കും, മൾട്ടി സിസ്റ്റം ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അങ്ങോട്ട് പറയുന്നില്ല എന്താണ് അതിൻ്റെ ഫലം, നിങ്ങൾക്ക് എല്ലാവർക്കും, നിങ്ങളെല്ലാം ഡോക്ടേഴ്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും. അപ്പോൾ ഇതാണ് ചികിത്സയിലുള്ള കുഴപ്പമെന്ന് പറയുന്നത്. എന്താണ് ചെയ്യേണ്ടത്? ഇപ്പം ഞാനും എവിടെയാണ് തുടങ്ങിയത്? തുമ്മലിലാണ് തുടങ്ങിയത്. ഇപ്പം ഞാനും ഇതിലൊരു ഡോക്ടറുമായിട്ട് നടന്ന് സംസാരിച്ചുകൊണ്ട് പോകുന്നു, ഒരു ബസ് പോയി, വലിയ പൊടിയടിച്ചു, ഡോക്ടർ അങ്ങ് തുമ്മുവാണെങ്കിൽ ഞാൻ തുമ്മുന്നില്ല, ഡോക്ടറുടെ കണ്ണിലും മൂക്കിലും വായിലും വന്ന് അതേ പൊടി തന്നെ എൻ്റെ കണ്ണിലും മൂക്കിലും വായിലും വന്നു. ഞാൻ എന്തുകൊണ്ട് തുമ്മുന്നില്ല എന്ന് പറഞ്ഞാൽ ആ പൊടി എൻ്റെ ശരീരത്തിൽ കയറുമ്പോൾ ആ പൊടിയെ ന്യൂട്രലൈസ് ചെയ്യാനുള്ള ഒരു മെക്കാനിസം എൻ്റെ ശരീരത്തിലുണ്ട്. അത് ഡിഫക്റ്റീവാണ് അല്ലെങ്കിൽ കുറവാണ് മറ്റേ ഡോക്ടറുടെ ശരീരത്തിൽ. അപ്പോൾ അതിന് എന്താണ്
എന്താണ് ചെയ്യാൻ പറ്റുന്നത്, അത് റേസ് ചെയ്യാൻ എന്താണ് ചെയ്യാൻ പറ്റുന്നത്. അതിൽ മോഡേൺ മെഡിസിന് മരുന്നൊന്നുമില്ല. അതാണ് അതിൻ്റെ കുഴപ്പം. അവരെ തുമ്മാതിരിക്കാനുള്ള മരുന്ന്, മൂക്കിൽ വെള്ളം വരാതിരിക്കാനുള്ള മരുന്ന്, മൂക്കിന് ചൊറിയാതിരിക്കാനുള്ള മരുന്ന്, മൂക്ക് ഡയലേറ്റ് ചെയ്യാനുള്ള മരുന്ന്, ശ്വാസം മുട്ടൽ വരാതിരിക്കാനുള്ള മരുന്ന്, ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ബേസിക്കായിട്ട് മോഡേൺ മെഡിസിനിൽ അതിന് ചികിത്സയില്ല. അത് ഹോമിയോപ്പതിയിലേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. അപ്പോൾ അതാണ് നമ്മളെ അസുഖം ഉണ്ടാക്കപ്പെടുന്നതിനുള്ള ഒരു പ്രധാന കാരണം. നമ്മളിപ്പോൾ ഒരു 45 വയസ്സ് 50 വയസ്സ് കഴിഞ്ഞ് കേരളം ആരോഗ്യത്തിൽ പിന്നെ ഇന്ത്യയിൽ തന്നെ മുൻപന്തിയിലാണെന്ന് പറയുന്നത്. എന്ത് മുൻപന്തിയിൽ? എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ബാക്കിലാണ്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40-45 വയസ്സ് കഴിഞ്ഞ 90 അല്ലെങ്കിൽ 85 മുതൽ 90% ആളുകളും രോഗാതുരതയോടുകൂടി ജീവിക്കുന്ന ഒരു സമൂഹമാണ്. അങ്ങനെ ഒരു സമൂഹം ലോകത്തിൽ തന്നെ ഇല്ല, നമ്മളെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും ഒരു രോഗം ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് ഇച്ചിരി BP ഉണ്ട്, ഇച്ചിരി ഷുഗർ ഉണ്ട്. വേറൊരാൾ ചോദിച്ചാൽ അതെനിക്ക് ഇച്ചിരി ശ്വാസം മുട്ടലുണ്ട്, ഇച്ചിരി BP ഉണ്ട്. വേറൊരാൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇച്ചിരി ഫാറ്റി ലിവർ ഉണ്ട്. വേറൊരാൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇച്ചിരി കൊളസ്ട്രോൾ ഉണ്ട്. ഇങ്ങനെ പറയുന്ന ഒരു ജനത 40-45 വയസ്സ് കഴിഞ്ഞാൽ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവരെല്ലാം നമ്മളെ ഒരു കാര്യം പറയാം, നമ്മളെല്ലാം ലൈഫിൻ്റെ എക്സ്പെക്റ്റൻസി പറഞ്ഞിട്ടാണ് ആരോഗ്യം ഉണ്ടെന്ന് പറയുന്നത്. പക്ഷെ അത് നീണ്ടിട്ടുണ്ട് തീർച്ചയായിട്ടും. ആവറേജ് എടുത്തു കഴിഞ്ഞാൽ ഏതായാലും 74-75 വർഷം വരെ ജീവിക്കുന്നുണ്ട്. കാര്യം ശരിയാണ്. പക്ഷേ നമ്മളെല്ലാം ജീവിക്കുന്നത് ഒരു അസുഖം അല്ലെങ്കിൽ മറ്റൊരു അസുഖത്തോടു കൂടിയാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇതാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. പിന്നെ നമ്മൾ ആലോചിച്ച് നോക്കുവാണെങ്കിൽ പഴയ രോഗങ്ങളെല്ലാം തിരിച്ചു വരാൻ തുടങ്ങി, പുത്തൻ രോഗങ്ങൾ വരുന്നുണ്ട്. നമ്മൾ എവിടെയാണ് അഡ്വാൻസ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ രാജ്യത്ത് രോഗനിർണയത്തിൽ ഒരുപാട് നമ്മൾ മുമ്പിലോട്ട് പോയിട്ടുണ്ട്, രോഗനിർണയത്തിൽ. പക്ഷേ രോഗചികിത്സയിൽ അല്ലെങ്കിൽ രോഗത്തെ ചികിത്സിക്കുന്നതിന് നമുക്ക് ഒരു അഡ്വാൻസും വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ടെക്നോളജീസ് ഉപയോഗിച്ചിട്ടുള്ള ചികിത്സകൾ ചിലപ്പോൾ മുൻപന്തിയിലായിരിക്കാം. പക്ഷെ അല്ലാതെ ബേസിക്കലായിട്ട് നമ്മൾ ഹനുമാൻ പറയുന്ന പോലെ ഉള്ള ഒരു ക്യൂർ നമുക്ക് ആർക്കും കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പോൾ ഇത്രയും ഒരു ആമുഖത്തോടു കൂടി നമ്മളുടെ ഡോക്ടേഴ്സ് എങ്കിലും പ്രത്യേകിച്ച് കുറച്ച് 40 വയസ്സോടൊക്കെ അടുപ്പിക്കുന്നവരെങ്കിലും നമുക്ക് എങ്ങനെ ആരോഗ്യകരമായി ജീവിക്കാമെന്ന് ആലോചിക്കുന്നതിനുള്ള ഒരു ചെറിയ സ്പാർക്ക് മാത്രമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. നമ്മളിപ്പം വിചാരിച്ചു വെച്ചേക്കുന്നത് ആരോഗ്യം എന്ന് പറഞ്ഞാൽ ഒരു രോഗം വന്നാൽ അല്ലെങ്കിൽ ഒരു രോഗിയായാൽ ഒരു ആശുപത്രിയിൽ പോവുക, ഡോക്ടറെ കാണുക, ഡോക്ടറുടെ നിന്ന് മരുന്ന് വാങ്ങിക്കുക, അസുഖം മാറിയ നമ്മൾ ആരോഗ്യവാൻ അല്ലെങ്കിൽ ആരോഗ്യം ആയി എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെയല്ല. അതിന് ആക്ച്വലി ആരോഗ്യ സമവാക്യം എന്ന് പറഞ്ഞാൽ ശരിക്കും പ്രകൃതി, ആഹാരം, വ്യായാമം, വിശ്രമം = ആരോഗ്യം. അല്ലാതെ രോഗം പ്ലസ് രോഗി പ്ലസ് ഹോസ്പിറ്റൽ പ്ലസ് ഡോക്ടർ പ്ലസ് മെഡിസിൻ = ഹെൽത്ത് എന്നല്ല. നേച്ചർ ഓർ ഹൈജീൻ ഓർ പരിസരം വൃത്തി പ്ലസ് ഫുഡ് പ്ലസ് എക്സസൈസ് പ്ലസ് റെസ്റ്റ് = ആരോഗ്യം. അതാണ് ആരോഗ്യ സമവാക്യം, ഹെൽത്ത് ഇക്വേഷൻ എന്ന് പറയുന്നത് അതാണ്. അതിൽ ഓരോ കമ്പോണൻ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഞാൻ ആദ്യത്തെ കമ്പോണന്റ് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞ് രോഗം എന്ന് പറഞ്ഞ് എങ്ങനെയാണ് രോഗം ഉണ്ടാകുന്നത്, രോഗം സൃഷ്ടിക്കപ്പെടുകയാണ്. രണ്ടാമത്തെ കമ്പോണന്റ് പറഞ്ഞാൽ അതിൻ്റെ നിർണയം നല്ല രീതിയിൽ വരുന്നുണ്ട്, പക്ഷേ അത് ഇൻവെസ്റ്റ്മെന്റ്. അടുത്ത് വരുന്നത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളാണ്. നിങ്ങൾ തന്നെ ശ്രദ്ധിച്ച് കാണും, പുതിയ നിയമം കുറച്ചുകൂടെ പ്രശ്നമാണ് സൃഷ്ടിക്കുന്നുണ്ട്, പുതിയ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ വന്നപ്പോൾ ഈ ഫാമിലി ഡോക്ടർ കൺസെപ്റ്റ്, ഇപ്പോൾ ഒരു ഗ്രാമത്തിൽ ഒരു ഡോക്ടർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഡോക്ടറിന് ആരോഗ്യത്തെക്കുറിച്ചുള്ള സകല വിവരങ്ങളും അറിയായിരിക്കും. അങ്ങനെ ഒരു ഫാമിലി ഡോക്ടർ എന്നുള്ള കൺസെപ്റ്റിൽ പൊക്കോണ്ടിരുന്നത് ഇപ്പം ഇല്ലാതായി. ഇപ്പം എല്ലാം മൾട്ടി സ്പെഷ്യാലിറ്റി. അവിടെ എന്താണ്, വലിയ വലിയ 5 സ്റ്റാർ കെട്ടിടങ്ങളിൽ അതിൻ്റെ അകത്ത് യന്ത്ര സമൂഹം, ആ യന്ത്രത്തിനകത്തിട്ട് നമ്മളെ നട്ടം തിരിയിപ്പിച്ച് നമ്മളിങ്ങനെ
നമ്മളിങ്ങനെ പകച്ചു നിൽക്കുകയാണ്. അതിനകത്തിട്ട് നമ്മളെ ശരിക്കും പറഞ്ഞാൽ ചുറ്റിക്കുകയാണ് ചെയ്യുന്നത്. ചുറ്റിച്ചിട്ട് നമ്മളിങ്ങനെ പകച്ചു നിൽക്കുകയാണ്. പകച്ചു നിന്ന് കഴിയുമ്പോൾ ഒരു ബില്ലൂടെ വന്നു കഴിയുമ്പോൾ നമ്മളെ കാറ്റ് പോകും. ആ കണ്ടീഷനാണ് ഇന്ന് 5 സ്റ്റാർ ഹോസ്പിറ്റൽസ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽസ് വർക്ക് ചെയ്യുന്നത്. അതിന് ഏറ്റവും വലിയ ഒരു കുട പിടിക്കുന്ന സമ്പ്രദായമാണ് ഇൻഷുറൻസ് സമ്പ്രദായം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷുറൻസ് സമ്പ്രദായം വന്നതുകൊണ്ടാണ് ശരിക്കും ട്രീറ്റ്മെന്റ് ഇത്രയും കോസ്റ്റ്ലി ആയതെന്നാണ് എൻ്റെ അഭിപ്രായം. അത് നമുക്ക് വേറൊരു ക്ലാസ്സിൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും. ഇപ്പം ഞാൻ അതിൻ്റെ ഡീറ്റെയിലോട്ട് പോകുന്നില്ല. അപ്പോഴതാണ് ഹോസ്പിറ്റൽ. അപ്പോൾ രോഗം, ആശുപത്രി, ഡോക്ടർമാർക്ക് കുറിച്ചും ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറയാം. 48 വർഷമായിട്ട് ഞാനിവിടെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഡോക്ടറാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ജനങ്ങളുടെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈ കെട്ടി ഫുൾ സ്ലീവ്സ് ഇട്ട് കയറി വരുമ്പോൾ അവിടെ ഒരു രജിസ്ട്രേഷൻ, ഒരു സെക്യൂരിറ്റി, അത് കഴിഞ്ഞ് അകത്ത് ഡോക്ടറെ അടുത്തൊരു അസിസ്റ്റന്റ്, ഇത്രയും ഉള്ള ഒരു ഡോക്ടറാണ് മഹാനായ വലിയ ഡോക്ടർ. അതാണ് ജനങ്ങളുടെ കാഴ്ചപ്പാട്. എനിക്ക് വളരെയധികം മനസ്സിലായിട്ട്, ഞാൻ പലപ്പോഴും ഇവിടെ മുണ്ടൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുമായിരിക്കും ചെയ്യുന്നത്. അത്തരം ഡോക്ടർമാരെ കാണുമ്പോൾ ആളുകളുടെ കയ്യിൽ നിന്ന് 1000 രൂപ പോകും. നമ്മളെ കാണുമ്പോഴത്തേക്ക് 100 രൂപയായിട്ട് കുറയുന്നത്. കാരണം അവരുടെ കൺസെപ്റ്റിൽ വലിയ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഫുൾ സ്ലീവ്സും ടൈയും ഇട്ട ഡോക്ടർമാരാണ്. നമ്മൾ വളരെ എഡ്യൂക്കേറ്റഡ് ആണ്. പക്ഷെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ വാക്ക് പറയുന്നില്ല, അത്രയേ ഉള്ളൂ. അതാണ് ആളുകളുടെ കൺസെപ്റ്റ് ഡോക്ടറിനെ കുറിച്ചുള്ള. പിന്നെ മരുന്നുകൾ, അധികം മരുന്ന് എഴുതാത്ത ഡോക്ടർമാരെ ജനസമൂഹം അംഗീകരിക്കുന്നുമില്ല. അതും ഒരു സത്യാവസ്ഥയാണ്. ഏറ്റവും കൂടുതൽ മരുന്ന് എഴുതുന്ന ഡോക്ടർമാർ, ടോണിക്കുകൾ എഴുതുന്ന ഡോക്ടർമാർ. ഞാനിവിടെ 48 വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ഇതുവരെ ആയിട്ടും ആവശ്യമുള്ള അയൺ കുറവുണ്ട്, അനീമിക്കാണ്, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം അയൺ ടോണിക് എഴുതി. ഇതുവരെ ആയിട്ട് ഒരു ടോണിക് എഴുതാത്തൊരു ഡോക്ടറാണ്. എൻ്റെ അടുത്ത് എന്നും ആൾക്കാർ വന്ന് പറയാറുണ്ട് ടോണിക്. ഞാൻ ഇതുവരെ ആയിട്ട് എഴുതിയിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ എഴുതുന്ന ആൾക്കാരാണ് വലിയ ഡോക്ടർമാരെന്ന് വിശ്വസിക്കുന്ന ഒരു ജനസമൂഹം. അതിൽ സംതൃപ്തി കാണുന്ന ഒരു സമൂഹം. അതിനൊക്കെ ഇപ്പോൾ ഈ അടുത്ത സമയത്തായിട്ട് ചെറിയൊരു വ്യത്യാസം വന്നു തുടങ്ങിയിട്ടുണ്ട്. അതാണ് പിന്നെ മരുന്നിനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് വരുന്നതാണ് നമ്മളെ റോള്. നമ്മളെ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മളെ തന്നെ ചുമതലയാണ്. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് നമ്മളെ ഡോക്ടർമാർ സമൂഹം, നമ്മളെ ആരോഗ്യം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മളെ പരിസരം. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിലോട്ട് പോകുന്നില്ല. എന്നാൽ തന്നെയും നമ്മളെ പരിസരം എന്ന് പറയുമ്പോൾ നമ്മളെ മാത്രമല്ല, ചുറ്റുപാടുകൾ എല്ലാം ഉണ്ട്. നമ്മൾ എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ അടുത്ത വീട്ടിൽ തട്ടിയിടുന്ന സ്വഭാവക്കാരാണ്. അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. പിന്നെ വ്യക്തി ശുചിത്വം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ ഈ ശുചിത്വമൊക്കെ പഠിപ്പിക്കാനായിട്ട് ഫോറിൻ ആൾക്കാരെ ഇപ്പൊ എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഇത് തന്നെ ഉണ്ട്. എന്തെങ്കിലും ഒരു കാര്യം ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട പറയും, നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. പിന്നെ ഡോക്ടർമാരുടെ പിന്നെ പേപ്പർ പ്രസന്റേഷനും സെമിനാറുകളും ഒക്കെ. അമേരിക്കയിൽ ഇങ്ങനെ പറഞ്ഞു, ഇംഗ്ലണ്ടിൽ ഇങ്ങനെ പറഞ്ഞു, ഓസ്ട്രേലിയയിൽ ഇങ്ങനെ പറഞ്ഞു. നീ എന്ത് പറയുന്നു? ഒന്നും പറയുന്നില്ല. അതാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. അപ്പോൾ നമ്മളുടെ അറിവിനെ അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതിനെ പോലും പ്രസന്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലുത്. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ വ്യക്തി ശുചിത്വം തന്നെ എടുത്തു നോക്കൂ. നമ്മളെ ശുചിത്വം പഠിപ്പിക്കാൻ വരുന്ന ഒരു വെസ്റ്റേണേഴ്സാണ് ഏറ്റവും കൂടുതൽ. പക്ഷെ അവർ ചെയ്യുന്ന എന്താന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു. റോഡിൽ കൂടെ നടന്നിട്ട് ഷൂസ് ഇട്ടിട്ട് പോയി കട്ടിലിൽ പോയി കിടക്കും, ഷൂസ് പോലും ഊരാതെ. പട്ടിയെ ഒരു ബിസ്ക്കറ്റ് എടുത്തിട്ട് പട്ടി അപ്പുറത്തെ ഭാഗത്തു നിന്ന് കടിക്കും, ആൾ ഇപ്പുറത്തെ ഭാഗത്തു നിന്ന് കടിക്കും. ഇതല്ലൊക്കെ നമ്മൾ ടി വിയിലൊക്കെ മിക്കവാറും ഒക്കെ കാണുന്നത്. എന്നിട്ട് നമ്മൾ തർക്കിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പറയും അത് പട്ടിയെ ദിവസവും ഡെറ്റോൾ ഇട്ട് കഴുകുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റേ ഇട്ട് കഴുകുന്നുണ്ടെന്ന് പറയും. സോ 1 മിനിറ്റ് മുമ്പായിരിക്കും അത് പട്ടി അതിൻ്റെ ഭാഗത്ത് നാക്കിട്ട് നക്കിയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള തെറ്റായ ധാരണകൾ വെച്ച് വരുത്തുന്നു. പിന്നെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കസ്റ്റംസിൽ നിന്ന് മാറിപ്പോയതാണ്, നമ്മളെ ഇതിൽ നിന്ന് മാറിപ്പോയത്. ഒരു ഉദാഹരണം ഞാൻ പറയാം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളുടെ വീട്ടിൽ ജോലിക്ക് വരുന്ന ആൾക്കാർ, തേങ്ങ വെട്ടാനോ അല്ലെങ്കിൽ മറ്റ് കൃഷിക്കോ വരുന്ന ആൾക്കാർ ആരും ചെരുപ്പിടാതെ വരും. ആരും ചെരുപ്പിടാതെയാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പം നോക്കിക്കോളൂ, ചെരുപ്പിട്ടിട്ടാണ് എല്ലാവരും വരുന്നത്. തെങ്ങി കയറുന്നവനാണെങ്കിൽ ചെരുപ്പ് ഇങ്ങനെ തെങ്ങിൻ്റെ മൂട്ടിൽ ഊരിയിട്ടിട്ട് തെങ്ങിലോട്ട് കയറിയിട്ട് തേങ്ങ ഇട്ടിട്ട് നേരെ വന്ന് ചെരുപ്പിലാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഈ ചെരുപ്പാണ് എന്ന് എൻ്റെ അഭിപ്രായത്തിൽ
ഈ നമ്മൾ പറയുന്നില്ലേ അടുത്ത കുറെ വർഷം ഇത്രയും നാൾ ഡയബറ്റീസ് എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ്സിന്റെ ഒരു രോഗമായിരുന്നു. ഇനി ഇപ്പൊ അത് മറ്റ് താഴേക്കടയിലേക്കുള്ള ലേബറേഴ്സിൽ എത്തിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു പ്രധാന കാരണം എൻ്റെ ഒബ്സർവേഷനിൽ അത് പിന്നെ എന്താണ് ഈ ചെരുപ്പിന്റെ ഉപയോഗമാണ്. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ ചെരുപ്പിടാതെ നടക്കാൻ പറ്റില്ല. ഇപ്പൊ ഡയബറ്റിക് രോഗികൾ ചെരുപ്പിടാതെ നടന്ന് അൾസർ ഉണ്ടായി കഴിഞ്ഞാൽ ആ ഡോക്ടർ പറഞ്ഞിട്ടാന്ന് പറഞ്ഞു നമ്മളുടെ കാല് വരെ മുറിച്ചു കളയേണ്ടി വരും. അപ്പോൾ അതല്ല ഞാൻ പറഞ്ഞത്, അതിനൊരു റോളുണ്ട്. അതിനെ തിരിച്ച് ഞാനൊരു ഇതുകൂടെ പറയാം. അതായത് ഈ ഡയബറ്റീസിന് നമ്മളിപ്പം അത് ഞാൻ അല്ലെങ്കിൽ അത് ഞാൻ എക്സസൈസിലോട്ട് വരുമ്പോൾ പറയാം. അപ്പോഴതാണ് ഈ ആൾക്കാരുടെ ഒരു ഇൻവോൾവ്മെന്റ് അത് വരേണ്ടത്. ഈ ഞാൻ പറഞ്ഞെന്ന് ഈ ടോപ്പിക്ക് പറഞ്ഞു ആഹാരം. അല്ലേ, ആഹാരമല്ലേ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്? ആഹാരം തന്നെ. അതില് പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മള് വ്യക്തിശുചിത്വമാണ് പറഞ്ഞിരിക്കുന്നത്. പരിസരവും വ്യക്തിശുചിത്വവും. വൃത്തിയെ കുറിച്ചാണ് പറഞ്ഞത്. ശരി. അതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ബെയർ ഫുഡഡ് ആയിട്ട് നടക്കണം എന്നാണ് വേണ്ടത്. പക്ഷെ നമ്മളെ സാഹചര്യത്തിൽ അതിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം. അതുകൊണ്ട് അത് ഒരു കാര്യം. ഇപ്പം ഒരു ഉദാഹരണം ഞാൻ പറയാം. ആളുകൾ കൈ കഴുകിയിട്ട് ആഹാരം കഴിക്കണം എന്നാണ് എല്ലാവരും പറയുന്നത്. ശരിയാണ്, ഒരു അർത്ഥത്തിൽ ശരിയാണ്. പക്ഷേ നമ്മൾ കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ ഒരു ഫുള്ളായിട്ടുള്ള, അതായത് ആൻറ്റിസെപ്റ്റിക്കോ അങ്ങനെയൊക്കെ ഇട്ടൊന്നും കഴുകാതെ നമ്മൾ കഴുകിയിട്ട് വെച്ച് നമ്മളെ ഇൻറ്റസ്റ്റൈൻ്റെ അകത്ത് തന്നെ ആ സ്ഥലത്തുണ്ടാകുന്ന ബാക്ടീരിയാസിൻ്റെ അകത്ത് പോയിട്ട് നമുക്ക് കുടലിലും ഒക്കെ ഒരു ഇമ്മ്യൂണിറ്റി ജനറേറ്റ് ചെയ്തിരിക്കും. ആ ഇമ്മ്യൂണിറ്റിയാണ് നമ്മൾക്ക് ആഹാരം കഴിച്ചു കഴിഞ്ഞാലൊന്നും ഇൻഫെക്ഷൻ ഉണ്ടാകാതിരിക്കുക. അതേസമയം നമ്മൾ വേറൊരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ അവിടെ വേറൊരു തരം ബാക്ടീരിയ അല്ലെങ്കിൽ സ്പീഷീസ് ബാക്ടീരിയ ആയതുകൊണ്ട് അത് കാണാത്തതുകൊണ്ടാണ് നമുക്ക് ഡയറിയ പോലുള്ള അസുഖങ്ങൾ അവിടെ പോയി ഭക്ഷണം കഴിക്കുമ്പോൾ വരുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ ആഹാരം പഠിക്കുന്ന സമയത്തും എല്ലാം ഞാൻ ആഹാരം വീട്ടിൽ നിന്നേ കഴിക്കാറുള്ളൂ, ഞാൻ വെളിയിൽ നിന്ന് കഴിക്കാറില്ല. അതേസമയം എൻ്റെ വൈഫൊക്കെ ആണെങ്കിൽ ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത്. അവർ ഹോസ്റ്റലിലെ ഫുഡും എല്ലാം കഴിച്ചു, വെളിയിലെ ഫുഡും എല്ലാം കഴിച്ചു. അപ്പോൾ യാത്ര പോകുമ്പോഴത്തേക്ക് ഞാൻ പുറത്തുനിന്ന് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സ്റ്റൊമക്ക് അപ്സെറ്റാണ്. അതേസമയം വൈഫിനോ കുട്ടികൾക്കോ ഇല്ല. കാരണം എന്താണ്? അവർ നേരത്തെ തന്നെ ഇത് കഴിച്ച് അവരെ കുടലിൻ്റെ അകത്ത് ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ കഴിച്ചിട്ടില്ല, ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്കില്ല. അപ്പോൾ ഒരു പരിധി വരെ അതുമൊക്കെ ഇത്തരം പരിസര ശുചീകരണം കൂടെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഡെയിലി പിന്നെ ആൻറ്റിസെപ്റ്റിക് ലോഷൻ ഇട്ട് കൈ കഴുകിയിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അത് അപ്പോഴും നമ്മൾ ഇപ്പം പരസ്യമായിട്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പറയാം, അവൻ പിന്നെ എന്താണ് രോഗങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറയും. ആ ഫാക്ടർ അതിനകത്തുണ്ട്. അതാണ് പരിസരത്തെക്കുറിച്ച് പറയാനുള്ളത്. ഫുഡ് പിന്നെ ആൾക്കാരുടെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരുടെ വിചാരം എന്താന്ന് പറഞ്ഞാൽ ഹൈ ലെവൽ ഫുഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണെന്ന്. ഇപ്പം കുട്ടികളെ സാധാരണ വിശപ്പില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെടുത്ത് കൊണ്ടുവരും ഡോക്ടർമാരായിരിക്കും. അപ്പോൾ നമ്മളവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ ഏത് ഫുഡും അഡ്വൈസ് ചെയ്യുന്നത് ആ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റിക്ക് പ്രാപ്തമാകുന്ന അല്ലെങ്കിൽ പറ്റുന്ന തരത്തിലുള്ള ഫുഡായിരിക്കണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഇപ്പം നമ്മളോടൊന്ന് പറയുന്ന സാറേ ഈ കുട്ടിയെ ഒന്നും കഴിക്കുന്നില്ലെന്ന് പറയും, ഒന്നും കഴിക്കുന്നില്ല, അതുകൊണ്ടൊരു ടോണിക് എഴുതി തരുമോ എന്ന് പറയും. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാനായിട്ട് ഇന്ന് മോൻ എന്ത് കഴിച്ചു? അത് ഡോക്ടറെ അവൻ ഒന്നും കഴിക്കാത്തതുകൊണ്ട് ഞാൻ രാവിലെ ഒരു ഗ്ലാസ് പാല് കൊടുത്തു. പാല് മാത്രമേ കൊടുത്തുള്ളൂ. അവന് പാലിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് 2 സ്പൂൺ ബൂസ്റ്റ് അല്ലെങ്കിൽ 2 സ്പൂൺ ഹോർലിക്സ് ഇട്ട് കൊടുത്തെന്ന് പറയും. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ ചോദിക്കും, അത് മാത്രമേ കൊടുത്തുള്ളൂ എന്ന് വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് അങ്ങനെ ഒരു കേസ് എടുക്കുന്ന മാതിരി ചോദിക്കുമ്പോൾ പറയും, അല്ല ഡോക്ടറെ അവൻ ചോറ് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതുപോലെ തിരിച്ചു കൊണ്ടുവരും, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്ന അറിയാം, രാവിലെ ഒരു ബുൾസൈ കൂടെ കൊടുക്കും. അപ്പോൾ രാവിലെ കൊടുത്തത് എന്തൊക്കെയാ? 1 ഗ്ലാസ് പാല്, അതിൻ്റെ അകത്ത് 2 സ്പൂൺ ബൂസ്റ്റ് അല്ലെങ്കിൽ ഹോർലിക്സ്, ഒരു മുട്ട.
അപ്പോൾ ഇവര് വിചാരിച്ചിരിക്കുന്ന അടുത്ത വീട്ടിലെ ഒരു പുവർ സോഷ്യോ എക്കണോമിക് ഫാമിലിയിലെ കുട്ടിയായിട്ടായിരിക്കും ഇവർ കമ്പയർ ചെയ്യുന്നത്. അവൻ രാവിലെ 3 ഇഡ്ഡലിയും കഴിച്ചു, ഒരു ഗ്ലാസ് ചായയും കഴിച്ചു. എൻ്റെ കുട്ടിയാണെങ്കിൽ 1 ഇഡ്ഡലിയും കഴിച്ചില്ല, ഇത് മാത്രമേ കഴിച്ചുള്ളൂ. അപ്പോൾ ഇതിന്റെ എനർജി വാല്യൂ ഒന്ന് എടുത്തു നോക്ക്. ഇതിന്റെ എനർജി വാല്യൂ എടുക്കുമ്പോഴത്തേക്ക് ഏതാണ്ട് ഒരു 700-800 കലോറീസ് വരും. അതേസമയം 3 ഇഡ്ഡലിയും ഒരു ചായ എന്ന് പറയുന്നത് 300 കലോറീസേ വരത്തുള്ളൂ. അപ്പോൾ കലോറി വൈസ് നോക്കുമ്പോൾ ഈ കുട്ടിയാണ് ഏറ്റവും കൂടുതൽ കഴിച്ചിരിക്കുന്നത്. പിന്നെ അവൻ കഴിക്കുമോ? അവനെ അടിച്ചാൽ കഴിക്കുമോ? അവനെ ഇടിച്ചാൽ കഴിക്കുമോ? കഴിക്കത്തില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് നമ്മളെ ജനങ്ങളുടെ ഒരു കൺസെപ്റ്റ്, നമ്മളെയും കൺസെപ്റ്റ് അതാണ്. അപ്പോഴത് മാറണം. പിന്നെ ഏറ്റവും അധികം നമ്മൾക്ക് കിട്ടുന്ന ആഹാരങ്ങൾ നമ്മളുടെ സാഹചര്യത്തിനനുസരിച്ചിട്ടുള്ള ആഹാരം കഴിക്കുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം ഏറ്റവും അധികം വൈറ്റമിൻസ് ഏതാണ്ട് ഒരു നമ്മൾ മൾട്ടി വൈറ്റമിൻ കഴിക്കുന്ന രീതിയിൽ ഉള്ള ഒരു ഫ്രൂട്ടാണ് പപ്പ അല്ലെങ്കിൽ ഓമയ്ക്ക എന്ന് പറയുന്നത്. ഒരു പീസ് ഓമയ്ക്കയ്ക്ക് എല്ലാ വൈറ്റമിനും ഏതാണ്ട് ശരിയായ അളവിലുണ്ട്. പക്ഷെ നമുക്ക് എല്ലാം ഓമയ്ക്കയോട് പുച്ഛമാണ്, നമ്മളാരും കഴിക്കത്തില്ല, പുച്ഛമാണ്. അതാണെങ്കിൽ ഏറ്റവും പ്ലെന്റി ആയിട്ട് വളരുകയും ചെയ്യും. എടുത്ത് വെറുതെ ഒരു കുരു ഇട്ട് കഴിഞ്ഞാൽ കിളിച്ച് വരികയും ചെയ്യും. പക്ഷേ നമ്മൾ പോയിട്ട് 1 കിലോയ്ക്ക് 100 രൂപ കൊടുത്ത് ആപ്പിൾ വാങ്ങിച്ച് കഴിക്കും. യൂസ്ലെസ് സാധനം. പിന്നെ അതുപോലുള്ള കൂടിയ സാധനങ്ങൾ കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കണം. പിന്നെ അതുപോലെ തന്നെ ചക്ക, നമ്മളാരും ചക്ക കഴിക്കത്തില്ല. ഇന്നലെ തന്നെ പത്രത്തിൽ ഇന്നലെ മെനഞ്ഞാന്ന് വന്നു കഴിഞ്ഞു പഴഞ്ഞിക്കഞ്ഞിയെ കുറിച്ച്. നമ്മൾ ആരെങ്കിലും ഒരിടത്ത് പോയിട്ട് പഴഞ്ഞിക്കഞ്ഞി കുടിച്ചെന്ന് പറയുമോ? പറയത്തില്ല, ആരും പറയത്തില്ല. അതേസമയം നമ്മൾ ഹോട്ടലിൽ പോയിട്ട് സൂപ്പെന്ന് പറഞ്ഞ് 5 സ്റ്റാർ ഹോട്ടലിൽ കഴിക്കുന്ന എന്താ? ഈ പഴഞ്ഞിയുടെ കഞ്ഞി തന്നെയാണ് കഴിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അത് നമ്മളുടെ ഇതിൻ്റെ പ്രശ്നമാണ്. അതാണ് ഫുഡിനെ കുറിച്ചുള്ളത്. പിന്നെ നമ്മളിപ്പം കുട്ടനാട്ടൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ അവിടെ താറാമുട്ട അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങൾ, മീൻ അതുപോലുള്ള സുലഭമാണ്. ഇപ്പം ഹില്ലി ഏരിയയിൽ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ആട്ടുംപാല് അതുപോലുള്ള കാര്യങ്ങൾ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഈ ഫുഡ് അഡ്വൈസ് ചെയ്യുമ്പോൾ അതനുസരിച്ചിട്ടുള്ള ഫുഡ് ഇവർക്ക് അഡ്വൈസ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവൈലബിലിറ്റി ഒരു പ്രധാന കാരണമാണ്. പിന്നെ ഏറ്റവും നമ്മളെ ഡോക്ടേഴ്സിന് വേണ്ടി ഞാൻ പറയാൻ പോകുന്നത് അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ് ഫുഡിൽ. അതായത് നമ്മളുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് സ്പോട്ട് ഓഫ് ഗ്രോത്ത് വരുന്ന ഒരു 12 അഡോളസെൻ്റ് ഏജിലാണ്. ഏറ്റവും ഒരു 10 വയസ്സ് മുതൽ 20 വയസ്സ് വരെയാണ്, അല്ലെങ്കിൽ 12 വയസ്സ് മുതൽ 20 വയസ്സ് വരെയാണ്, ചിലപ്പോൾ 25 വയസ്സ് എന്ന് വെച്ചോളൂ. ആ സമയത്ത് നമ്മൾ 5 ഇഡ്ഡലി കഴിക്കുവാണെങ്കിൽ നമ്മൾ 50 വയസ്സായാലും ഈ 5 ഇഡ്ഡലി തന്നെ കഴിച്ചുകൊണ്ടിരിക്കും. അതാ പ്രശ്നം. അവിടെയാണ് കൊളസ്ട്രോൾ ഒക്കെ വരുന്നത്. അതായത് നമ്മൾ സ്പോട്ട് ഓഫ് ഗ്രോത്ത് ഉള്ള അല്ലെങ്കിൽ നമ്മൾ ഗ്രോയിങ് ഏജിൽ 5 ഇഡ്ഡലി കഴിക്കുവാണെങ്കിൽ നമ്മളെ അപ്പോഴ് 5 ഇഡ്ഡലിക്ക് അതിൻ്റെ ഉപകാരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്, നമുക്ക് എനർജിക്കും വേണം, നമ്മളെ വളർച്ചയ്ക്കും ഗ്രോത്തിനും എനർജിക്കും വേണം 5 ഇഡ്ഡലി. അതേസമയം നമ്മൾ 25 വയസ്സ് അല്ലെങ്കിൽ 20 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരുന്ന അപ്പോൾ നമുക്ക് എനർജിക്കുള്ള ഇത് മാത്രം മതി. പക്ഷെ നമ്മൾ 5 ഇഡ്ഡലി എന്നുള്ളത് 4 ഇഡ്ഡലി ആയിട്ട് കുറയ്ക്കണം. ഒരു 40 വയസ്സാകുമ്പോഴത്തേക്ക് 4 ഇഡ്ഡലി 3 ഇഡ്ഡലി ആയിട്ട് കുറയ്ക്കണം. ഒരു 55 വയസ്സൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ 2 ഇഡ്ഡലി ആയിട്ട് കുറയ്ക്കണം. ഉദാഹരണത്തിന് 2 ഇഡ്ഡലി ആയിട്ട് കുറയ്ക്കണം. അപ്പോഴത് നമ്മൾ ചെയ്യുന്നില്ല. 5 ഇഡ്ഡലി ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന 5 ഇഡ്ഡലി തന്നെ മരണം വരെയും കഴിക്കും. അതാണ് ഈ കൊളസ്ട്രോൾ പോലുള്ള സാധനങ്ങൾ എക്സസ് വരുന്നത്, സ്റ്റോർ ചെയ്യുന്നതാണ് ഇത്. അപ്പോഴത് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഈ നമ്മൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ എനർജി കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതനുസരിച്ചിട്ട് ഭക്ഷണക്രമം ചുരുക്കണം എന്നാണ് പറയാനുള്ളത് ഭക്ഷണത്തെക്കുറിച്ച്. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് അറിയോ? ഇപ്പം ഡയബറ്റിക് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഏറ്റവും കഴിക്കാവുന്ന ഒരു പഴം എന്ന് പറയുന്നത് എന്താണ്? പേരക്കയാണ് ഏറ്റവും കൂടുതൽ കഴിക്കാൻ പറ്റുന്ന ഒരു സാധനം. വലിയ ഷുഗർ ഇല്ലാത്ത, വയറ് നിറയുകയും ചെയ്യും. പിന്നെ കൊളസ്ട്രോൾ പോലുള്ള സാധനങ്ങൾ അധികം ഇല്ലെങ്കിൽ നമുക്ക് ഡെയിലി ഒരു 6-7 നട്ട്സ് കഴിക്കാം, അല്ലെങ്കിൽ പിസ്റ്റ കഴിക്കാം, അല്ലെങ്കിൽ ഇച്ചിരി കപ്പലണ്ടി കഴിക്കാം. പിന്നെ ഓറഞ്ച് ആണെങ്കിൽ 2 ഓറഞ്ച് കഴിക്കാം, നാരോടുകൂടി കഴിച്ചാൽ മതി, ഓറഞ്ച് കഴിക്കാം. അങ്ങനെയുള്ള ഫുഡുകൾ നമ്മൾ അതിനനുസരിച്ചിട്ട് കഴിക്കണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് അത് തന്നെയാണ്. ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് കഴിക്കണം. ഇപ്പം നമ്മൾ ഒരു ദിവസം കുറച്ചധികം ജോലി ചെയ്തു, ഫോർ എക്സാമ്പിൾ നമ്മൾ വീട്ടിൽ നിൽക്കുന്നു, വീടൊക്കെ തുടച്ചു, അല്ലെങ്കിൽ ചെടിയൊക്കെ ഒന്ന് പറിച്ചു നട്ടു, അങ്ങനെ ജോലി ചെയ്യുന്ന നമുക്ക് വിശപ്പെട്ടെങ്കിൽ 3 ഇഡ്ഡലി കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾ 4 ഇഡ്ഡലി ആക്കിക്കോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നും ഇത് കഴിക്കുന്നത് എക്സസ് ആണ്. അത് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ കൊളസ്ട്രോൾ ആയിട്ട് വരുന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ്
എക്സസൈസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഞാൻ മയാസത്തിൻ്റെ ഒക്കെ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞു, നമ്മളെ ബോഡി ആക്ടിവിറ്റീസിൻ്റെ എല്ലാ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എവരി എക്സസൈസ് ഈസ് ടൈം ഓറിയന്റഡ് ആയിരിക്കണം, അല്ലെങ്കിൽ അതിന് ഒരു വാല്യൂ ഇല്ല എന്നുള്ളതാണ്. ഒരു വാല്യൂ ഇല്ല. ഇപ്പം ഒരു BP ആയിട്ട് സെക്രട്ടേറിയറ്റിൽ ഒരാൾ വരുവാണ്, അയാളടുത്ത് പറയാണ് ഇയാൾ ഇച്ചിരി നടക്കണം, ദിവസം ഒരു 40 മിനിറ്റ് നടക്കും എന്ന് പറഞ്ഞാൽ അയാൾ പറയുന്ന മറുപടി എന്താണ്? സാറേ, ഞാൻ 40 അല്ല, ഞാൻ രാവിലെ 10 മണിക്ക് സെക്രട്ടേറിയറ്റിൽ കയറി കഴിഞ്ഞാൽ വൈകിട്ട് 5 മണി ഇറങ്ങുന്ന വരെ നടത്താണ്. ഞാൻ അനക്സിൽ പോവും, പിന്നെ ട്രഷറി പോവും, AG's ഓഫീസിൽ പോവും. ഇങ്ങനെ അയാൾ ഇത്ര കറക്റ്റുമാണ്. പക്ഷെ അയാൾ നടക്കുന്നുമുണ്ട്. പക്ഷെ അയാൾക്ക് ആ BPOയ്ക്ക് ഒരു എന്താണ് പറയുക, ഒരു മെഡിസിനൽ വാല്യൂ അതിനില്ല. അപ്പോൾ മെഡിസിനൽ വാല്യൂ വേണമെന്നുണ്ടെങ്കിൽ അത് ടൈം ഓറിയന്റഡ് തന്നെ ആയിരിക്കണം. അത് ഇതുവരെ ആയിട്ടും ആരും പറഞ്ഞിട്ടില്ല. ഇനി എന്തെങ്കിലും സായിപ്പ് പറയുമ്പോൾ നമ്മളെ ഡോക്ടർമാരും പറഞ്ഞു കൊടുക്കും. നമ്മളെ ഡോക്ടർമാർക്ക് അതാണ് ഒരു കുഴപ്പം. ഏതോ ഒരു സിനിമയിൽ ജഗതി പറഞ്ഞ പോലെ, ഇംഗ്ലണ്ടിൽ എല്ലാവരും ഇംഗ്ലീഷിലാണ് വർത്തമാനം പറയുന്നതെന്ന് പറഞ്ഞ പോലെയാണ് സായിപ്പ് പറയണം നമ്മളിവിടുത്തെ ആൾക്കാർക്ക്. അപ്പോൾ ടൈം ഓറിയന്റഡ് അല്ലെങ്കിൽ അത്. പിന്നെ ഒരു കാര്യം അതും പറഞ്ഞിട്ടില്ല, ഈ 5 ഇഞ്ച് സോളുള്ള ചെരുപ്പിട്ട് നടന്നിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. കുറെ എനർജി പോകുന്നല്ലാതെ ഈ BP കൺട്രോൾ ചെയ്യുന്നതിനോ ഷുഗർ കൺട്രോൾ ചെയ്യുന്നതിനോ ഇപ്പം ലഭിക്കുന്നതിനേക്കാൾ ഉപരി ഇതുണ്ടായിരിക്കും ബേ ഫുഡഡ് ആയിട്ട് നടക്കുവാണെങ്കിൽ. ബേ ഫുഡഡ് എന്ന് പറഞ്ഞാൽ ചെരുപ്പില്ലാതെ. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചെരുപ്പില്ലാതെ നടക്കാൻ പറ്റൂല. പക്ഷെ നടന്നു കഴിഞ്ഞാൽ അതാണ് കാരണം. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഫ്ലക്സോളജി എന്ന് പറയുന്ന സയൻസ് പറയുന്നത് പാൻക്രിയാറ്റിന്റെ സ്റ്റിമുലന്റ് സെന്റേഴ്സ് കാലിലാണ് ഇരിക്കുന്നത്, കാലിന്റെ സോളിലാണ്. അത് സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് പാൻക്രിയാസ് പ്രവർത്തിക്കുന്നതാണ് പറയുന്നത്. അതുകൊണ്ട് ബേ ഫുഡഡ് ആയിട്ട് നടക്കാം. അതുകൊണ്ടാണ് ഇന്ന് ഡയബറ്റിസ് എന്ന് പറയുന്ന രോഗങ്ങൾ മാനുവൽ ലേബേഴ്സിന് വരുന്നത്. അതുകൊണ്ടാണ് ഇൻസിഡൻസ് കൂടി വരുന്നത്. അതുകൊണ്ടാണ് അവർ ഈ ചെരുപ്പിട്ട് നടക്കുന്നത്. തെങ്ങേറ്റക്കാരൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെരുപ്പിട്ട് നടക്കുന്നതുകൊണ്ട് തന്നെയാണ്. അത് മാറ്റി നോക്കൂ, കുറയും. അതുകൊണ്ട് നമ്മൾ നമുക്ക് പറ്റുമെങ്കിൽ ഹൈജീനിക്കായിട്ട് നമ്മളെ മുറ്റത്ത് തന്നെ നടക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതിന് ഞാൻ എക്സാമ്പിൾ പറയാം. ഞാനൊരു സ്റ്റഡി നടത്തിയിട്ടുണ്ട്. അതായത് ഒരു 4x4 ഇഞ്ചില് പിന്നെ സിമെന്റ് കുഴച്ചിട്ടിട്ട് ഈ കല്ലടയാറ്റിലൊക്കെ കിട്ടും നല്ല മൃദുത്വമുള്ള കല്ല്. ഈ ഗാർഡനിലൊക്കെ ചിലർ ഉപയോഗിക്കുന്നുണ്ട്, വെളുത്ത മുത്തുപോലിരിക്കുന്ന കല്ല്. അത് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കുത്തി നിർത്തിയിട്ട് അതിൻ്റെ പുറത്ത് ജോഗ് ചെയ്ത് നോക്കൂ, ഡെഫിനറ്റ് ആയിട്ടും BP കുറയും. കാരണം ഈ സ്റ്റിമുലേഷൻ കൊണ്ടാണ്, ഈ സോളിലുള്ള സെന്റേഴ്സിന്റെ സ്റ്റിമുലേഷൻ കൊണ്ടാണ് ഷുഗർ കുറയുന്നത്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താൽ ഈ പേരക്കമ്പിൽ ഒത്തിരി ബ്രാഞ്ചസ് ഉള്ള കമ്പെടുത്തിട്ട് ആ ബ്രാഞ്ചസ് കട്ട് ചെയ്തിട്ട് ഒരു സാൻഡ് പേപ്പറോ അല്ലെങ്കിൽ ഒരു ഇതിട്ടോ പിടിച്ചിട്ട് അത് നല്ല സ്മൂത്ത് ആക്കണം, റൗണ്ടഡ് ആക്കണം. എന്നിട്ട് അത് തറയിലിട്ടിട്ട് കമ്പിയിൽ പിടിച്ചു നിന്നിട്ട് ഇങ്ങനെ പ്രഷർ കൊടുത്തിട്ട് ആ കാലിൽ വെയിറ്റ് കൊടുത്തിട്ട് ഇങ്ങനെ ഉരുട്ടിയാൽ മതി, ഷുഗർ കുറയും. കാരണം ഈ സെന്റേഴ്സ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ 2 കാര്യങ്ങളാണ് ഞാൻ എക്സസൈസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പറഞ്ഞത്. ഒന്ന്, ഇറ്റ് ഷുഡ് ബി 100% ടൈം ഓറിയന്റഡ്. ഓൺലി ടൈം ഓറിയന്റഡ് എക്സസൈസ് ഈസ് ഹാവിങ് മെഡിസിനൽ വാല്യൂ. രണ്ടാമത് ഇപ്പം ഞാൻ ഇനി പറഞ്ഞിട്ട് ആരെങ്കിലും റോഡിൽ പോയി നടന്ന് പിന്നെ കാല് മുറിഞ്ഞിട്ട് ഇൻഫെക്ഷൻ അടിച്ച് കാല് മുറിച്ച് കളയേണ്ടി വന്നാൽ ഞാൻ ഉത്തരവാദിയില്ല. അത് വീട്ടിൽ അതിനൊരു ഓൾട്ടർനേറ്റീവ് ആണ് ഞാൻ പറഞ്ഞത്. സിമെന്റിൽ ഈ കമ്പിൽ ഇങ്ങനെ കുത്തി നിർത്തിയിട്ട് അതിൻ്റെ പുറത്ത് ജോഗ് ചെയ്താൽ മതി, 30 മിനിറ്റ്സ് മതി. ഇനി അതും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ MLA ഹോസ്റ്റലിൽ വർക്ക് ചെയ്യുമ്പം ഈ എന്താണ് MLAമാരുടെ അടുത്തൊക്കെ ഇത് പറയുമ്പോൾ അവർ പറയും, എൻ്റെ സാറേ റോഡിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ നിവേദനമായിട്ട് ആളുകൾ വരും, അതുകൊണ്ട് റോഡിലൊന്നും നടക്കാൻ പറ്റൂല. ഇപ്പം ഞാൻ അവരോട് പറഞ്ഞു കൊടുത്ത ഒരു ടെക്നിക്കാണ്, നിങ്ങളെ വീട് 2 നിലയാണ് ഉണ്ട്, ആ 2 നിലയാണെങ്കിൽ നിങ്ങൾ പടി ഡെയിലി പിന്നെ 15 മിനിറ്റ് കയറിയാൽ മതി. പടി മുഴുവൻ കയറല്ല, മുഴുവൻ കയറി ഇറങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് ശ്വാസം മുട്ടൽ വരും. അതുകൊണ്ട് അതിന് പടി ഇങ്ങനെ കയറി വന്നിട്ട് അവിടെ ഒരു സ്റ്റേ ഉണ്ട് ഇടയ്ക്ക്, ഇങ്ങനെ പടിയില്ലാത്തൊരു, അവിടെ കയറി ഇറങ്ങുക ഡെയിലി. അവിടെ കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ 5 മിനിറ്റ് കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ അത് 15 മിനിറ്റ് നടക്കുന്നതിനൊപ്പമാണ്. അപ്പോൾ 15 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ ഈ പടി കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ അത് 45 മിനിറ്റ് നടക്കുന്നതിന് തുല്യമാണ്. ഇപ്പം നമ്മൾ വിചാരിക്കും നാളെ ഇപ്പം മറിയമ്മ ഡോക്ടർ വിചാരിക്കും എന്നാൽ ഞാൻ പടി കയറാമെന്ന് വിചാരിച്ചാൽ മറിയമ്മ ഡോക്ടറിന് 100% ആയിട്ട് ഞാൻ ഉറപ്പായിട്ട് പറയുന്നു 2 മിനിറ്റ് കൂടുതൽ കയറാൻ പറ്റത്തില്ല.
കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലക്രമേണ ചെയ്ത് പരിചയിച്ച് കഴിയുമ്പോൾ 15 മിനിറ്റ് എത്താം. പക്ഷെ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ആർക്കും 2 അല്ലെങ്കിൽ മാക്സിമം 3 മിനിറ്റേ തീരാൻ പറ്റുള്ളൂ, ശ്വാസം വിട്ടുള്ളൂ. എന്താ കാര്യം എന്നറിയോ? ഇപ്പം മറിയമ്മ ഡോക്ടറെ അടുത്ത് ഞാനൊരു മൺവെട്ടി തന്നിട്ട് പിന്നെ ഒരു തെങ്ങിന്റെ മൂട് വെട്ടാൻ പറഞ്ഞാൽ മറിയമ്മ ഡോക്ടർ സുഖമായിട്ട് പിന്നെ അരമണിക്കൂർ വെട്ടും. അരമണിക്കൂർ കഴിയുമ്പോഴേ മറിയമ്മ ഡോക്ടറിന് ക്ഷീണം തോന്നും, അല്ലെങ്കിൽ വിയർക്കുള്ളൂ. പക്ഷെ പടി കയറുന്നതിന് 3 മിനിറ്റ് കഴിയുമ്പോൾ ഇതേ ക്ഷീണം വരും. എന്താ കാര്യം എന്നറിയോ? ഒരു മൺവെട്ടി എടുത്ത് വെട്ടുന്നതിന് 3.5 കലോറി എനർജി മതി. അതേസമയം ഒരു പടി കയറുന്നതിന് 7.5 കലോറി വേണം. ഇതിന്റെ 3 ഇരട്ടി വേണം. അതുകൊണ്ടാണ്. അപ്പോൾ 40-45 മിനിറ്റ് നടക്കുന്നതിന് പകരം 15 മിനിറ്റ് ഇത് ചെയ്താൽ മതി. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയും ചെയ്താൽ മതി. ആദ്യം ഒരു മാസത്തേക്ക് 2 മിനിറ്റ് കയറി ഇറങ്ങുക, അടുത്ത ഒരു മാസത്തേക്ക് പിന്നെ 3 മിനിറ്റ് ആക്കുക, അങ്ങനെ. അതാണ് ഞാൻ അന്ന് MLA മാർക്കൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നത്. അവരെല്ലാം അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം പുറത്തിറങ്ങണ്ടല്ലോ, ഇതിനകത്ത് ചെയ്താൽ മതി. പക്ഷെ മൊത്തം കയറല്ലോ, മൊത്തം കയറിയാൽ ചെയ്യാൻ പറ്റത്തില്ല, ശ്വാസം മുട്ടൽ വരും ഭയങ്കരമായിട്ട്. അതാണ് ഒരു ഓൾട്ടർനേറ്റ് വേ. അപ്പോഴൊരു എക്സസൈസ് നമ്മൾ ബിസി ഡോക്ടർമാരാണെങ്കിൽ രാവിലെ പേഷ്യന്റ് അതിരാവിലെ മുറ്റത്ത് വന്ന് അല്ലെങ്കിൽ വീട്ടിന്റെ മുൻവശത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ നടക്കാൻ പോകാൻ പറ്റിയില്ലെങ്കിൽ വീട്ടിനകത്ത് ഇത് ചെയ്താൽ മതി. 7 മിനിറ്റോ 8 മിനിറ്റോ ചെയ്യുക. 15 മിനിറ്റ് ആക്കി കഴിഞ്ഞാൽ നല്ലതാണ്. മറ്റേ വേറൊരു കാര്യം ഞാൻ പറഞ്ഞാൽ ബെയർഫുട്ടഡ് ആയിട്ട് ജോഗ് ചെയ്യുക ഇതാണ്. ഇനി ലേഡീസിനോട് നമ്മളെല്ലാവരും പറയും BP ഉണ്ട് അല്ലെങ്കിൽ ഷുഗർ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മളെ കൺസൾട്ടേഷൻ നമ്മളെല്ലാം പറയും നടക്കണം, കണ്ടോ നടക്കണം, 45 മിനിറ്റ് നടക്കണം. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ചോദിക്കുമ്പോൾ പറയും നടക്കുന്നുണ്ട് ഡോക്ടറെ. എവിടെ നടക്കാനാ? പിന്നെ വീട്ടിലെ ജോലിയുണ്ട് രാവിലെ. രാവിലെ ജോലി ചെയ്തിട്ട് നടക്കാൻ പോകാൻ പറ്റുമോ? ആരും നടക്കത്തില്ല. കുട്ടികളെ നോക്കണം, വെറുതെ പറയുന്ന. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? അത് മോഡിഫൈ ചെയ്യണം. മോഡിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ, അമ്മമാരടുത്ത് പറയും എല്ലാവരുടെ വീട്ടിലുള്ള എല്ലാവരോടും വൈകിട്ട് 7:30 ആകുമ്പോൾ ഭക്ഷണം കഴിക്കാൻ പറയും. ഇനി അഥവാ ആർക്കും കഴിക്കാൻ പറ്റിയില്ല, മക്കൾ വരത്തില്ലെങ്കിൽ ഭക്ഷണം അവിടെ എടുത്തു വെച്ചേക്കണം, അല്ലെങ്കിൽ മക്കളോട് പറയണം എടുത്തു വെച്ച് കഴിച്ചോണം, പാത്രം കഴുകി വെച്ചോണം എന്ന് പറയും. എന്നിട്ട് നിങ്ങൾ ഒരു 8:30 ആകുമ്പോഴത്തേക്ക് മുറ്റത്ത് ഒരു ലൈറ്റ് ഇട്ടേക്കുക, മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക 45 മിനിറ്റ്. 9 മണിയാകുമ്പോൾ നിർത്തുക, ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യുക, കിടന്നുറങ്ങുക. നല്ല ഉറക്കവും കിട്ടും, ഒരു ഉറക്കം ഗുളികയും വേണ്ട, BPയും കൺട്രോൾ ആവും. അത് സ്ഥിരമായിട്ടിട്ടു. ഇന്ന് രാവിലെ 8 മണിക്ക് കടന്ന്, നാളെ വൈകിട്ട് ഉച്ചയ്ക്ക് കടന്ന്, മറ്റന്നാൾ വൈകിട്ട് കടന്ന്, അതിൻ്റെ അടുത്ത ദിവസം രാത്രി കടന്ന്, പിന്നെയും രാവിലെ കടന്ന ഒരു പ്രയോജനവുമില്ല. അത് ഡെയിലി ഷുഡ് ബി ടൈം ഓറിയന്റഡ്. എല്ലാ ദിവസവും രാത്രി 8:30 മണിക്ക് നടക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. അതാണ് എക്സസൈസ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സസൈസിൽ നമ്മളെ ഡോക്ടർമാർക്കും ബിസി ആയിട്ടുള്ള പ്രാക്ടീഷണേഴ്സിൻ്റെ അടുത്ത് ഞാൻ പറയുന്നത്, ഒന്ന് പിന്നെ ടൈം ഓറിയന്റഡ് ആയിരിക്കണം. പുറത്തിറങ്ങി നടക്കാൻ പറ്റിയില്ലെങ്കിൽ ഇതുപോലെ സ്റ്റെപ്സ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഞാൻ പറഞ്ഞ സിമെന്റ് കുഴച്ചിട്ടിട്ട് ഇതുപോലുള്ള കല്ല് സംഘടിച്ച്, കൂർത്ത കല്ലൊന്നും വയ്ക്കല്ലേ, നല്ല ഉരുണ്ട പെബിൾസ്, ഈ കല്ലടയാറ്റി എന്നൊക്കെ നമ്മൾ ഗാർഡനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. നഴ്സറിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അത് വാങ്ങിച്ചിട്ട് ഈ സിമെന്റിൽ ഓർപ്പിച്ച് വെച്ചിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് അതിൻ്റെ പുറത്ത് ജോഗ് ചെയ്യുകയാണെങ്കിൽ ഇതേ ഇഫക്റ്റ് കിട്ടും, കാല് മുറിയത്തുമില്ല. അതാണ് എക്സസൈസ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ആണ് എക്സസൈസ് ഷുഡ് ബി ടൈം ഓറിയന്റഡ് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്രമം എന്നുള്ളതാണ്. വിശ്രമം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്താ പറയാ, ഒരു കൃത്യസമയത്ത്, അത് എല്ലാത്തിനും ഇമ്പോർട്ടൻ്റ് ആണ്. കൃത്യസമയത്ത് തന്നെ ഉറങ്ങണം എന്നുള്ളത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അവിടെ നമുക്ക് ഉറങ്ങുന്നതിന് മുമ്പ് ഏറ്റവും ഇഷ്ടമുള്ള, ആ വാക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പ്രോഗ്രാം ചെയ്തിട്ട് അല്ലെങ്കിൽ കാര്യം ചെയ്തിട്ടായിരിക്കണം ഉറങ്ങേണ്ടത്. അത് പാട്ട് പാടുക എന്നുള്ള, ചിലർക്ക് ഡ്രോയിങ് ആയിരിക്കാം, ചിലർക്ക് ഡാൻസ് ആയിരിക്കാം, ചിലർക്ക് കോമഡി കാണുന്നതായിരിക്കാം, ചിലർക്ക് സിനിമ കാണുന്നതായിരിക്കാം. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തിട്ട് വേണം രാത്രി കിടക്കാനായിട്ട്. അല്ലാതെ സിനിമയൊക്കെ കാണുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ ഹൊറർ സിനിമകളൊന്നും കണ്ടിട്ട് കിടക്കല്ലേ. സിനിമ കാണാൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അതല്ല, നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, നമുക്ക് മനഃശാന്തി തരുന്ന തരത്തിലുള്ള ആക്ടിവിറ്റീസ്, അത് ഡ്രോയിങ് ആയാലും കോമഡി ആയാലും വായനയായാലും, ഈവൻ ഇറ്റ് ക്യാൻ ബി സെക്സ് ഓൾസോ. അതുകൊണ്ടാണ് സെക്സ് രാത്രിയിലത്തേക്ക് മാറ്റുന്നത് പലരും. അതും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അതാണ് പിന്നെ വിശ്രമത്തിലേക്ക് പറയാനുള്ളത്. പിന്നെ
പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പ്രാക്ടീഷണേഴ്സ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഒന്നെന്ന് പറയുന്നത്, നമ്മളിപ്പം അലർജി എന്ന് പറഞ്ഞിട്ട് ഒരു പേഷ്യൻസ് പറയും എന്നും തുമ്മുന്നു എന്ന് പറഞ്ഞിട്ട് വരികയാണ്. അപ്പോഴും നമ്മൾ പറയും പോയി ബ്ലഡ് ഒക്കെ നോക്കിയിട്ട് IgE നോക്കിയിട്ട് ഈസ്നോഫിൽ, അയ്യോ ഈസ്നോഫിൽസ് 18% ഉണ്ടെന്ന് പറയും. നമ്മൾ എല്ലാ കേസൊക്കെ എടുത്തിട്ട് ഹോമിയോ മരുന്ന് കൊടുക്കുമ്പോൾ ചില ഘട്ടങ്ങളിൽ ഈസ്നോഫിൽസ് 18 ഉണ്ടായിരുന്ന 38 ആകും. അപ്പോഴും പേഷ്യന്റ് വന്നിട്ട് പറയും, അയ്യോ ഡോക്ടറെ അന്ന് 18 ഉണ്ടായിരുന്നാൽ 28 ഉണ്ടാകുമെന്ന് പറയും. അപ്പോഴും മിക്കവാറും ചിലർ വരത്തു പോലും ഇല്ല, മതിയാക്കി പോവും. ആ ഒരു കാര്യം നിങ്ങൾ രോഗിയുടെ ശ്രദ്ധയെപ്പെടുത്തിയിരിക്കണം. കാരണം നമ്മളുടെ ഹോമിയോ മരുന്നെന്ന് പറയുന്നത് ബോഡി വാട്ട് ഈസ് ഡൂയിങ് അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. Eosinophils, why there is increase in eosinophils in allergic conditions? To fight against the allergy. But first defensive force ആണ് allergic state eosinophils. Why it is increasing? Because by increasing the number, it is dealing with the allergen. അതിനാണ് അത് ഡീൽ ചെയ്യുന്നത്. ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ ആക്രമിക്കുന്നെങ്കിൽ ആദ്യം ആക്ട് ചെയ്യുന്നത് ലാൻഡ് ആക്രമണമാണെങ്കിൽ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ആണ്. അപ്പോൾ നമ്മളെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിനെ പോലെയാണ് ഈസ്നോഫിൽസ്. അപ്പോൾ ചില സിറ്റുവേഷൻസിൽ അത് ഇൻക്രീസ് ചെയ്യാം. ബട്ട് ഓട്ടോമാറ്റിക്കലി വെൻ ഇറ്റ് ഗെറ്റ് ക്യൂർഡ് അത് ഓട്ടോമാറ്റിക്കായിട്ട് കുറയും, സ്ലൈറ്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്ത് വരും. ആ ഇൻക്രീസ് വരുന്നതിനുള്ള പോസിബിലിറ്റി നമ്മൾ പറഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ പേഷ്യൻസ് ഇത് കാണുമ്പോൾ നമ്മളടുത്തോട്ട് തന്നെ വരത്തില്ല, അവരത് പോവുകയും ചെയ്യും അതുവഴി. അത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്രീസ് ചെയ്യുന്നത് പിന്നെ ഈ അലർജനെ ഡീൽ ചെയ്യുന്നതിനുള്ള കെമിക്കൽ മെക്കാനിസം ഒക്കെ ആക്ട് ചെയ്തിട്ട് ഒരു കോംപ്ലക്സ് ഫോം ചെയ്യുന്ന നിങ്ങൾക്ക് അറിയാമല്ലോ. ആ കോംപ്ലക്സിനാണ് ഇമ്മ്യൂൺ കോംപ്ലക്സ് എന്ന് പറയുന്നത്. അതാണ് സിംപിറ്റംസ് ഉണ്ടാക്കുന്നത്. ആ കോംപ്ലക്സ് ആണ് നമുക്ക് മൂക്കടപ്പുണ്ടാക്കുന്നത്, മൂക്കൊലിപ്പുണ്ടാക്കുന്നത്, തുമ്മലുണ്ടാക്കുന്ന എല്ലാം, കണ്ണിന് ചൊറിച്ചിലുണ്ടാക്കുന്ന, മൂക്കിന് ചൊറിച്ചിലുണ്ടാക്കുന്ന എല്ലാം ഈ കോംപ്ലക്സ് ആണ്. അപ്പോഴും നമ്മൾ മരുന്ന് കൊടുക്കുമ്പോൾ അത് തൽക്കാലം, അതാണ് നമ്മൾ പറയാം അതിന് മെഡിസിനൽ അഗ്രിവേഷൻ എന്ന് പറയും. ശരിയാണത് ഒരു പരിധി വരെ. പക്ഷെ അത് ഈ മെക്കാനിസം സ്റ്റിമുലേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. നമ്മൾ ഈസ്നോഫിൽസ് കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളടുത്ത് വരുന്ന പേഷ്യൻസിന്റെ ഹിസ്റ്ററി എടുത്ത് നോക്കൂ. സാറേ അതൊരു 2-3 വർഷമായിട്ട് ഭയങ്കര തുമ്മലായിരുന്നു, പിന്നെ ഞാൻ അവിടെ പോയി ഇന്ന മരുന്നൊക്കെ കഴിച്ചു, ആ തുമ്മലങ്ങ് മാറി, ഇപ്പൊ ശ്വാസം മുട്ടില്ല എന്ന് പറയും. ഇതുകൊണ്ടാണ് നമ്മൾ പറയും അത് സപ്രസ്ഡ് ആണ്, ഡീപ്പായിട്ട് പോയതാണെന്ന് പറയും. പക്ഷെ ആക്ച്വലി നമ്മൾ ഇത് കൊടുത്തു കഴിയുമ്പോൾ ഫസ്റ്റ് ഡിഫെൻസ് മാറിക്കഴിയുമ്പോഴത്തേക്ക് ഡീപ്പായിട്ട് അടുത്ത റിയാക്ഷൻസ് വരുന്നതുകൊണ്ടാണ് നമുക്ക് ശ്വാസം മുട്ടലായിട്ട് വരുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള DNS പോലുള്ളത് കറക്റ്റ് ചെയ്യുമ്പോൾ അലർജി സാധനം നേരെ അങ്ങ് ലങ്സിൽ പോയിട്ട് അവിടെ റിയാക്ട് ചെയ്യുന്നതും ആകാം. അപ്പോഴത്തരം കാര്യങ്ങൾ നമ്മളെ പേഷ്യൻസിന് പറഞ്ഞു കൊടുത്തിരിക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഈ അലർജി. ട്രെയിൻഡ് പോലീസ് നമ്മളിപ്പോൾ പോലീസുകാരെ റിക്രൂട്ട് ചെയ്ത് അന്നേ ദിവസം തന്നെ അല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ ഒരു ബഹളം നടക്കുന്നു. അവിടെ കൊണ്ട് ഈ പോലീസുകാരെ ഇറക്കി കഴിഞ്ഞാൽ ജനങ്ങൾ പോലീസുകാരെ അടിച്ചു കൊല്ലും. കാരണം ബിക്കോസ് ദേ ആർ നോട്ട് ട്രെയിൻഡ്. അതേസമയം ഇവർക്ക് 1 year ട്രെയിനിങ് കൊടുത്തിട്ട് ഈ 100 പേര് വേണ്ട 10 പോലീസുകാരെ ഇതേ സിറ്റുവേഷനിൽ കൊണ്ടിറക്കുവാണെങ്കിൽ അവർ വളരെ വിദഗ്ധമായിട്ട് ഈ ആൾക്കാരെ, ബഹളം ഉണ്ടാക്കുന്ന ആൾക്കാരെ ഹാൻഡിൽ ചെയ്യും ബിക്കോസ് ഓഫ് ദ ട്രെയിനിങ്. അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രെയിനിങ്ങിന് അവസരം കൊടുക്കുന്നില്ല. അതാണ് ഈ അസുഖങ്ങൾ ഡീപ്പായിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഡോക്ടറെ എത്ര സമയമുണ്ട് ഇനി? 10 മിനിറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ 2 മിനിറ്റുകൾ മതിയാക്കാം. അപ്പോൾ അതാണ് അതിനകത്ത് പ്രധാനമായിട്ടും കാണുന്ന ഒരു ഫിനോമിന. അപ്പോൾ അത് നിങ്ങൾ പറഞ്ഞു കൊടുത്തിരിക്കുക. പിന്നെ ഞാൻ ഫുഡിൽ പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ് നമ്മളെ കസ്റ്റംസ്. നമ്മൾ ചെയ്യുന്നത് ഹിന്ദുക്കളുടെ സദ്യ ഉണ്ടല്ലോ, നിങ്ങൾ ഇപ്പം ശ്രദ്ധിച്ച് കാണും, ഏറ്റവും അവസാനമാണ് മോര് കൊടുക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇപ്പം ആരും മോര് കഴിക്കാൻ വേണ്ടി ഇരിക്കത്തില്ല. പായസം 2-3 പായസം കാണും. പായസം ഒഴിച്ച ഉടനെ എല്ലാവരും എണീറ്റ് പോയിട്ട് കൈ കഴുകിയിട്ട് വീട്ടിൽ പോകും. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഭയങ്കര പ്രശ്നം, അയ്യോ ഗ്യാസ്, ഇന്നത്തെ സദ്യ ഉണ്ട്, ഗ്യാസ്, മറ്റേ അസിഡിറ്റി, അത് ഇതെന്ന്. നിങ്ങൾ ആ സദ്യ മുഴുക്ക ഉണ്ട് നോക്കൂ, അവസാനം ആ മോര് ഒഴിച്ച് ഉണ്ണുകയോ കഴിക്കുകയോ ചെയ്ത് നോക്കൂ, ഒരു ഗ്യാസും വരത്തില്ല. പക്ഷെ ഇന്ന് ആൾക്കാർ ആരും മോര് കഴിക്കത്തില്ല. ജനറലായിട്ട് സദ്യക്ക് മോര് കഴിക്കത്തില്ല, വീട്ടിലും മോര് കഴിക്കത്തില്ല. അതേസമയം തൈര് കഴിക്കും, ഇഷ്ടം പോലെ തൈര് കഴിക്കും. വേണ്ടി വന്നാൽ അതിനകത്ത് കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് കഴിക്കും. ഈ ആയുർവേദം പറയുന്ന തൈരും പഞ്ചസാരയും എന്ന് പറയുന്ന ഏറ്റവും വലിയ വിഷം എന്നാണ് പറയുന്നത്. അപ്പോൾ അത് കഴിക്കും. വിരുദ്ധാഹാരം എന്ന് പറയും, വിരുദ്ധാഹാരമാണ്. അപ്പോൾ അത് കഴിച്ചിട്ട് ഉണ്ടാകുന്ന അസുഖങ്ങളാണ്. നിങ്ങളെ മോരൊഴിച്ച് ഉണ്ട് കഴിഞ്ഞാൽ ഡെയിലി
ഇപ്പോൾ കൊളസ്ട്രോൾ ഉള്ള ഒരു പേഷ്യൻ്റ്, എസ്പെഷ്യലി ട്രൈഗ്ലിസറൈഡ് ഉള്ള ഒരു പേഷ്യൻ്റ് ഡെയിലി 2 നേരം ഒരു 10:30 മണിക്കും ചായ കുടിക്കുന്നതിന് വരെ 1 ഗ്ലാസ് മോരും ഉച്ചയ്ക്ക് കൊണ്ടിട്ട് 1 ഗ്ലാസ് മോരും കൊടുത്തു നോക്കി, ഓട്ടോമാറ്റിക്കായിട്ട് കൊളസ്ട്രോൾ കുറയും. കൊളസ്ട്രോൾ എസ്പെഷ്യലി ട്രൈഗ്ലിസറൈഡ്. പക്ഷേ ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, മിൽമയുടെ മോരല്ല, മിൽമയുടെ മോരോ മിൽമയുടെ പാൽ ഉപയോഗിച്ചോ ഉണ്ടാക്കുന്ന മോരല്ല, ഒറിജിനൽ പശുവിൻ്റെ പാലുണ്ടാക്കുന്ന മോര്. മിൽമയുടെ പശുവിൻ്റെ പാലൊന്നുമല്ല, അതുകൊണ്ട് അത് ഒരു പ്രയോജനവും ചെയ്യത്തില്ല. വെളിയിൽ നിന്നെങ്ങാനും ഒരു സൈക്കിൾ പാലായാലും മതി, ഒരു 1/4 ലിറ്റർ പാല് വാങ്ങിച്ചിട്ട് ഉറയൊഴിച്ച് അതിൻ്റെ ചൂടാക്കുമ്പോൾ അതിൻ്റെ പാട മാറ്റിയിട്ട് ഉറയൊഴിച്ചിട്ട് 1/4 ഗ്ലാസ് തൈരിൻ്റെ അകത്ത് 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഡെയിലി കുടിച്ചു നോക്കൂ, കൊളസ്ട്രോൾ കുറയും. അപ്പോൾ നമ്മളെ ഈ ഹാബിറ്റ്സ് മാറിയതും ഒരു പ്രധാന കാരണമാണ് ഇത്തരം രോഗങ്ങൾ ഉണ്ടാക്കുന്നതെന്നാണ്. അതിനൊരു എക്സാമ്പിളാണ് ഞാൻ ഈ പറഞ്ഞ മോരിൻ്റെ ചികിത്സ, മോര് ചികിത്സ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം, ഇപ്പം ചികിത്സ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒരു ക്യാപ്ഷനായിട്ട് തന്നെ പറയാം, വിറ്റുപെറുക്കി ചികിത്സ. അതാണ്. എന്നാൽ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ 5 സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ അത് വിറ്റ് വേണം ചികിത്സിക്കാൻ. ആ ഒരു സ്റ്റേജിലോട്ട് കോസ്റ്റ്ലി ട്രീറ്റ്മെൻ്റ് ആയി. എന്താണ് കാരണം? മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ പ്രൈവറ്റ് ഇൻഷുറൻസ് സ്കീംസ് ആണ്. ശരിക്കും അത് തന്നെയാണ്. പിന്നെ അവിടെ നമ്മൾ എടുക്കേണ്ട ഒരു ലോജിക്ക് എന്ന് പറഞ്ഞാൽ, അതുകൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. ലോജിക്ക് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു 2 സെന്റ് സ്ഥലമുണ്ട്, ഒരു വീടുണ്ട്, 2 പെൺകുട്ടികളുണ്ട്. ഒരാൾ മരിച്ചു പോകുന്ന 100% മരിക്കും എന്ന് ഉറപ്പുള്ള ഒരു രോഗിയാണ്. ഫോർ എക്സാമ്പിൾ ക്യാൻസർ, ഡിസ്റ്റൻസ് സ്പ്രെഡും ഒക്കെ ഉണ്ട്, RCC നിന്നും മറ്റുള്ളിടത്തു നിന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹത്തെ അധിക കാലം ജീവിക്കത്തില്ല. അങ്ങനെയുള്ള രോഗികളെ നിങ്ങൾ ഒരിക്കലും പിന്നെ കീമോ എടുക്കാനോ അല്ലെങ്കിൽ മറ്റേത് എടുക്കാനോ ഒന്നും ഇൻസിസ്റ്റ് ചെയ്യരുത്. അത് തെറ്റാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അയാൾ എന്തായാലും ഇതെടുത്താലും മരിച്ചു പോവും, ബാക്കിയുള്ളവർ അനാഥമാവുകയും ചെയ്യും. അവിടെ ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ കുറച്ച് എത്തിക്സ് ഒക്കെ പരിപാലിക്കാൻ നമ്മൾ ഡോക്ടർമാരെന്നുള്ള നിലയിൽ ശ്രമിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അത് രോഗിയെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ നമ്മളെല്ലാം ശ്രമിക്കണം. അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഏതാണ്ടൊക്കെ ഞാൻ കുറേ കാര്യങ്ങൾ അവിടെ ഇവിടെയും പറഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഡോക്ടർമാരെന്നുള്ള നിലയ്ക്ക് ശ്രദ്ധിക്കേണ്ട ഒന്ന്, ആഹാരം അത് തന്നെ ക്വാണ്ടിറ്റി കുറയ്ക്കണം, സമയത്തിന് കഴിക്കണം, വളരെ സാവധാനത്തിൽ കഴിക്കണം. പിന്നെ കഴിക്കേണ്ടുന്ന ഫുഡ്, ആപ്പിൾ 100 രൂപ കൊടുത്ത് വാങ്ങിക്കുന്നതിന് പകരം പേരയ്ക്കയോ പൊത്തിക്കോ ഒക്കെ കഴിക്കുക. അങ്ങനെയുള്ള ഫുഡിൻ്റെ ഐറ്റംസ്. 2 ഞാൻ പറഞ്ഞു, വ്യായാമം ടൈം ഓറിയൻറ്റഡ് ആയിരിക്കണം. പിന്നെ ഇതുപോലുള്ള വ്യായാമങ്ങളാണ്, അത് വീട്ടിനകത്ത് ചെയ്യാവുന്ന രീതിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു. വിശ്രമം എന്ന് പറയുന്നത് പറഞ്ഞു. ഇത് ഇത്രയും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു നല്ല, ഇത് ജനങ്ങൾക്കും ഇതേ സാധനം തന്നെ അവർക്കും ആപ്ലിക്കബിൾ ആണ്. അത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ക്വസ്റ്റ്യൻ വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാം. നന്ദി ഹരികുമാർ ഡോക്ടർ. ഡോക്ടർമാർ എന്ന നിലയ്ക്ക് വളരെയധികം പ്രയോജനമുള്ളൊരു കാര്യമാണ് സാർ ഇന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമോ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കലോ അഭിപ്രായമോ പറയാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യേണ്ടതാണ്. നമുക്ക് 6 മിനിറ്റാണുള്ളത്, എങ്കിലും ഹാൻഡ് റൈസ് ചെയ്യേണ്ടതാണ്. ഹരിഹരൻ ഡോക്ടർ ഹാൻഡ് റൈസ്. ഡോക്ടറുണ്ട്. സാർ അൺമ്യൂട്ട് ചെയ്തു. ഹരിഹരൻ സാറേ. ഞാൻ ഡോക്ടറെ നന്നായിരുന്നു കേട്ടോ, വെരി ഗുഡ്. താങ്ക് യു. ഹരിഹരന്റെ പക്ഷെ ഒരു കാര്യം ഡോക്ടർ വിട്ടുപോയി. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വെള്ളം കുടിക്കുന്നതിനെ കുറിച്ച് കൂടെ പറയാം. എന്താ? വെള്ളം കുടിക്കത്തില്ലേ നമ്മൾ പല പ്രാവശ്യമായിട്ട് വെള്ളം കുടിക്കും. ഈ വെള്ളം കുടിക്കുന്നതിനെ കുറിച്ചൊരു കോൺട്രാവേഴ്സി ഉണ്ട്. അലോപ്പതി ഡോക്ടർമാർ അവർ പറയുന്നത് 5 ലിറ്റർ വെള്ളം കുടിക്കണമെന്ന് പറയും. അതേസമയം എൻ്റെ ഒരു കോൺസെപ്റ്റ് എന്താ വെച്ചാൽ ദാഹിക്കുമ്പോൾ വെള്ളം കുടിച്ചാൽ മതി എന്നുള്ളതാണ്. അപ്പൊ ഇത് ഒരു എതിരായിട്ട് വരുമ്പോൾ നമ്മൾ രോഗികളുടെ ഒക്കെ പറയുകയാണ്, നിങ്ങൾക്ക് ദാഹിക്കുമ്പം വെച്ചാല് ഈ നമ്മുടെ ഇതിനകത്ത് തന്നെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് തേഴ്സ്റ്റി മെഡിസിൻസ് ഉണ്ട്, തേഴ്സ്റ്റ്ലെസ് മെഡിസിൻ ഉണ്ട്. അപ്പൊ ബൈ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ അതെടുക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ കിട്ടാറുണ്ട്. അപ്പൊ ഈ കൂടുതൽ വെള്ളം കുടിക്കുന്നതിനോട് ദാഹമില്ലാത്ത ഒരു പേഷ്യന്റ് കൂടുതൽ വെള്ളം കുടിക്കുന്നതിനോട് ഡോക്ടറുടെ അഭിപ്രായം ഉണ്ടാവും. കോൺട്രാ ഇൻഡിക്കേഷൻ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമുള്ളപ്പോൾ കുടിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അതിനൊരു ഉദാഹരണം പറയാം. ഈ പാല്
2 hourly കഴിഞ്ഞിട്ടേ കൊടുക്കാവുള്ളൂ. ഇൻ ഫീഡിങ്ങിൽ കുട്ടികൾക്ക് മിൽക്ക് ഫീഡിങ്ങിൽ അങ്ങനെ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ട് ഒരു കാലത്ത് കുട്ടികളെ എവരി 2 to 3 hours മാത്രമേ ഫീഡ് ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞു. അവസാനം കുട്ടികൾക്കൊക്കെ എന്ത് സംഭവിച്ചത്, അവസാനം അത് ഓൺ ഡിമാൻഡ് കൊടുക്കണം എന്നുള്ള ഒരു ഇതിലോട്ട് മാറി. ഞാൻ അതിശയോക്തി പറയല്ല, ഞാൻ മെഡിക്കൽ കോളേജിൽ അന്ന് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഒരു ഇത് ഉണ്ടായിരുന്നത്. അവിടുത്തെ ഒരു സിസ്റ്റർ തന്നെ ഒരു കുട്ടിക്ക് വളരെ കുഴപ്പമായിട്ട് കൊണ്ടുവന്നപ്പോൾ അവസാനം നമ്മളെ മാഡം പറഞ്ഞു, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് പ്രൊഫസർ പീഡിയാട്രിക്സ് പറഞ്ഞു, ഇതിന് കുട്ടിക്ക് ആവശ്യമുള്ള സാധനമൊന്നും കിട്ടുന്നില്ല, ഇവർക്ക് വലിയ പാലും ഇല്ലായിരുന്നു, ഇവർ ഈ 3 hourly മാത്രമേ കൊടുക്കത്തുള്ളൂ. അവസാനം മാഡം പറഞ്ഞ് അതിന് കുറച്ച് ആഹാരം കുറച്ച് പാലൊക്കെ കൂടുതൽ കൊടുക്കലേ വാങ്ങിച്ചു കൊടുന്ന് പറഞ്ഞ് അത് ശരിയാക്കിയത്. എപ്പോഴും ലോജിക്ക് എന്ന് പറയുന്ന ഡിമാൻഡ് ഉള്ളപ്പോൾ കഴിക്കുന്നത്, പ്രൊവൈഡഡ് വേറെ കോൺട്രാ ഇൻഡിക്കേഷൻ ഒന്നും ഇല്ലെങ്കിൽ. അത് ഡോക്ടർ അങ്ങനെ തന്നെയാണ് എൻ്റെ അഭിപ്രായം. നന്ദി സാറേ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം. ഡോക്ടറെ ഒരു സംശയം, ഒരു ഇതും കൂടെ ഞാൻ ചോദിക്കട്ടെ. ഈ ഓ, വയറ് നിറയുന്നിടം വരെ കഴിക്കുന്നതിനോടാണോ അതോ ഒരു ഹാഫ്, അതായത് നമുക്ക് പിന്നെയും കഴിക്കാൻ പറ്റും എന്നാലും നമ്മൾ കഴിക്കുന്നില്ല, ആ സമയത്ത് വെച്ച് നിർത്തുന്നതാണോ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളത്, നമ്മുടെ ഡൈജഷനൊക്കെ ബെറ്റർ ആയിട്ടുള്ളത്? എൻ്റെ ഒരു അഭിപ്രായം ഞാൻ ആദ്യം പറഞ്ഞു. അതായത് നമ്മളുടെ ഏജ് വൈസ്, നമ്മളുടെ ചെറുപ്പകാലത്താണെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യുന്നതിനുള്ള എനർജി പ്ലസ് ഗ്രോത്തിനുള്ള എനർജിക്കുള്ള ഫുഡ് കഴിക്കണം. അതിനാണ് ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞ 5 ഇഡ്ഡലി. കുറച്ച് കഴിയുമ്പോൾ ഗ്രോത്ത് നിന്ന് കഴിയുമ്പോഴത്തേക്ക് എനർജിക്കുള്ള മാത്രം മതി. അന്ന് ഒരു ദിവസം നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അന്ന് കൂടുതൽ കഴിക്കാം. അല്ലെങ്കിൽ അതായത് 4 ഇഡ്ഡലിയോ 2 ഇഡ്ഡലി 3 ഇഡ്ഡലിയോ ആയിട്ട് കുറയ്ക്കണം എന്ന് പറഞ്ഞു. ഇവിടെ പിന്നെ ക്വാണ്ടിറ്റി നമ്മളെ വയറുമായിട്ട് ബന്ധപ്പെടുത്തി ചോദിക്കുകയാണെങ്കിൽ എപ്പോഴും ഹാഫ് തന്നെയാണ് നല്ലത്. നമ്മളിപ്പം പെർക്കലേറ്റർ ഒക്കെ ഇല്ലേ, സിമെന്റ് കുഴയ്ക്കുന്ന പെർക്കലേറ്റർ, അതിനകത്ത് ഫുള്ളായിട്ട് മണ്ണും ഫുള്ളായിട്ട് പിന്നെ ചരലും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെയാ മിക്സ് ചെയ്യാൻ പറ്റുക? ഫുള്ളായിട്ട് ഈ മെഷീൻ ഉണ്ടല്ലോ, സിമെന്റ് കുഴയ്ക്കുന്ന മെഷീൻ, അതിൻ്റെ അകത്ത് ഫുള്ളായിട്ട് മണൽ ഫുള്ളായിട്ട് പിന്നെ ചല്ലിയും വെള്ളവും കൂടെ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ചുറ്റുക? അപ്പൊ അത് എപ്പോഴും 3/4 ഭാഗം തന്നെയാണ് അഡ്വൈസ്. ഏറ്റവും നല്ലത്. ഒത്തിരി പേര് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഡോക്ടറുമായി ഡിസ്കസ് ചെയ്യാൻ വേറെ ഉണ്ട് കാര്യം. ഇൻ ബിറ്റ്വീൻ വെള്ളം കുടിക്കുന്നതാണോ നല്ലത്, അതോ നമ്മള് ഭക്ഷണത്തിന്റെ കൂടെ ഇടയ്ക്കിടെ വെള്ളം കുടിക്കുന്നത് ശരിയായ രീതിയാണോ? അതിനെ കുറിച്ചൊന്നും സ്റ്റഡീസ് വലുതായിട്ട് ഉള്ളതായിട്ട് ഞാൻ വായിച്ചിട്ടില്ല, അതുകൊണ്ടായിരിക്കാം, പക്ഷെ ഞാൻ വായിച്ചിട്ടില്ല. പക്ഷെ നാച്ചുറോപ്പതിക്കാർ പറയുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണത്തിന് മുമ്പ് കുടിക്കുകയോ ഭക്ഷണത്തിനോ കഴിഞ്ഞിട്ട് കുടിക്കുകയോ ചെയ്യണം. അത് പിന്നെ ഒന്നിച്ച് കുടിക്കാൻ പാടില്ലെന്നാണ് പറയുന്നത്, ഒന്നിച്ച് കുടിക്കാൻ പാടില്ല. അതിനകത്ത് അത് അവരുടെ ഇതിലോട്ട് കുറച്ചുകൂടെ ഡീപ്പിൽ പോയി കഴിഞ്ഞാൽ പല കാര്യങ്ങളും ഉണ്ട്. ഒന്ന്, മധുരമുള്ള ഫ്രൂട്ട്സും പുളിയുള്ള ഫ്രൂട്ട്സും ഒന്നിച്ച് കഴിക്കാൻ പാടില്ല. മധുരമുള്ള കഴിക്കുമ്പോൾ മധുരമുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രൂട്ട്സ് ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അത് എത്രമാത്രം അതിൻ്റെ സയന്റിഫിക് ആയിട്ട് ഞാൻ പരിശോധിച്ചിട്ടുമില്ല. എനിക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനും പറ്റുന്നില്ല. ഞാൻ പഠിച്ചതാണെങ്കിൽ തന്നെ ഞാൻ പ്രാക്ടീസ് ചെയ്തു. രണ്ടുപേരുടെ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ജയചന്ദ്രൻ ഡോക്ടർക്ക് സംസാരിക്കാം. ഹലോ, പറ ഡോക്ടറെ. ഒത്തിരി ദിവസമായല്ലോ, ഞാൻ വരുമ്പോഴൊന്നും കാണാറില്ലല്ലോ, എന്നോട് പിണങ്ങിയിരിക്കുകയാണോ? അതല്ല ഇവിടെ കുട്ടിപ്പട്ടാളങ്ങള് പല ദിവസങ്ങളും അവർക്ക് 9 മണിയാകുമ്പോ ഉറങ്ങണോ എന്ന് പറഞ്ഞ് എന്നെ പിടിച്ചു കിടത്തും. അതുകൊണ്ടാണ്, അല്ലാതെ ഡോക്ടറെ അടുത്ത് പിണക്കമായിട്ടൊന്നുമില്ല. പിന്നെ ഇപ്പൊ നമ്മുടെ ഹരിഹരൻ ഡോക്ടർ പറഞ്ഞതുപോലെ ഈ വെള്ളം കുടിക്കുന്ന കാര്യം പറഞ്ഞല്ലോ. വെള്ളം കുടിക്കുന്ന കാര്യം നമ്മൾ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുന്ന എത്ര വെള്ളം കുടിക്കാം. പക്ഷെ ഇപ്പോ മിനറൽ വാട്ടർ എന്ന് പറഞ്ഞ് കിട്ടുന്ന വെള്ളം അത്രയും ഈക്വളായ ബാക്ടീരിയ അതും ഇതുമൊക്കെ ഉള്ളതെന്നൊക്കെയാണ് പത്രപരസ്യം കാണുന്നത്. അങ്ങനെ വരുമ്പോ പിന്നെ ഈ കുപ്പിവെള്ളം എങ്ങനെ കുടിക്കും? അതൊന്ന്. പിന്നെ രണ്ടാമത് ഇപ്പൊ ആരോഗ്യ മേഖലയിൽ നമ്മളെ ജീവിതശൈലിയെ പറ്റി ഡോക്ടർ നല്ല രീതിയിൽ പറഞ്ഞു, വളരെ താങ്ക്സ് ഉള്ള കാര്യമാണ്. പക്ഷെ അതിനകത്തുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ നമ്മൾ കഴിക്കുന്ന എല്ലാ സാധനങ്ങളും വിഷം തീണ്ടിയതാണ്. മീന് വാങ്ങി കഴിക്കാൻ പറ്റൂല, ഇറച്ചി വാങ്ങി കഴിക്കാൻ പറ്റൂല, മലക്കറി വാങ്ങി കഴിക്കാൻ പറ്റൂല, ഇത്തിരി ഫ്രൂട്ട്സ് വാങ്ങി കഴിക്കാമെന്ന് വെച്ചാൽ ഫ്രൂട്ട് കടയിൽ ചെന്നാൽ പണ്ട് നമ്മൾ ഇഷ്ടംപോലെ ഫ്രൂട്ട് തിന്നാണ് വളർന്നത്. ഇന്നിപ്പോ നമ്മൾ ഫ്രൂട്ട് കടയിൽ ചെന്നാൽ ഒരൊറ്റ ഫ്രൂട്ടിൽ ഒരു ഈച്ച പോലും ഇല്ല. കാരണം എന്ന് വെച്ചാൽ എല്ലാം ഈച്ചകള് ചത്തു പോകുന്ന വെച്ചാൽ അവര് ഈച്ചയിലൊന്നും ഈ ഫ്രൂട്ട്സിനകത്ത് വീഴത്തില്ല. പിന്നെ ഈ 10 മണിക്ക് അതാണ് ഈ ലൈഫ് സ്റ്റൈൽ ഡിസോർഡറിൽ നമുക്ക് രോഗങ്ങൾ വരുന്നതിന്റെ ഏറ്റവും വലിയ കാരണം ഇതാണ്. പിന്നെ അതിനകത്തെ
ഡോക്ടറെ, ആ ഫുഡെല്ലാം അഡൾട്രേറ്റഡ് ആണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം ഫ്രൂട്ട്സിന്റെ കാര്യത്തിൽ പൊതുവേ നമ്മൾ പറയുന്നത് ഇപ്പൊ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്പം അഴുകിയ ഫ്രൂട്ട് വാങ്ങിക്കുക എന്നുള്ളത് ഏതായാലും. കാരണം അഴുകിയതാകുമ്പോഴത്തേക്ക് അതിനകത്ത് വലിയ വിഷം കാണത്തില്ല. നല്ല ഞാനൊരു ഓറഞ്ച് ഇവിടെ ഞാൻ ചെന്നൈ പഠിക്കുന്ന സമയത്താണ്, MD പോയ സമയത്താണ്. അപ്പോഴേ എൻ്റെ വൈഫ് കൊണ്ട് തന്നു. ഞാനത് കഴിക്കാതെ മറന്ന് ഇവിടെ വെച്ചിട്ട് പോയി. മരുന്നെടുക്കുന്ന ഷെൽഫിലിരിക്കും. ഒരാഴ്ച കഴിഞ്ഞ് അടുത്ത ആഴ്ച ഇവിടെ കൺസൾട്ടേഷൻ വന്നപ്പോൾ അപ്പോഴും അതുപോലെ ഇരിക്കുന്നു. അപ്പോഴും എനിക്ക് തമാശ തോന്നി. ഞാൻ പറഞ്ഞു എന്നാൽ ഇത് ഇവിടെ ഇരിക്കട്ടെ, എത്ര നാളിരിക്കുന്നു. അത് 94 ദിവസം ഇരുന്നു കുഴപ്പമില്ലാതെ ആ ആപ്പിള്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ആപ്പിള് അതെ 94 ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതെടുത്ത് ഞാൻ ടേബിളിൽ വെച്ചു ആളുകളെ കാണിക്കാൻ വേണ്ടി. എൻ്റെ അടുത്ത് സമയമായി. കൊണ്ട് ഒരു കുട്ടിക്ക് മീസിൽസ് ആയിട്ട് വന്നപ്പോൾ ഞാൻ ശരിക്കും ഫ്രൂട്ട്സ് കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ അന്ന് തന്നെ അച്ഛനും അമ്മയും ശരിക്കും ഫ്രൂട്ട്സ് മാറ്റി വീട്ടിൽ പോയി. പക്ഷെ അപ്പൂപ്പനും അമ്മമ്മയും വന്ന് കൊച്ചിനെയും കൊണ്ടുപോയി. ഇവര് പറയാ അച്ഛനും അമ്മയും അങ്ങ് പോയി. 10 ദിവസം കഴിഞ്ഞ് കൊച്ചിനെ കുളിപ്പിച്ച് ഇങ്ങ് വന്നപ്പോ ഫ്രൂട്ട്സ് ഒക്കെ അതുപോലെ തന്നെ മേശപ്പുറത്തിരിക്കുന്നു. ഒരെണ്ണം പോലും അഴുകിയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഈ 10 മണി ഡോക്ടർ ഈ അതുപോലെ ഇത് മോര് കഴിക്കുന്ന കാര്യം പറഞ്ഞല്ലോ. ഈ മോരിന്റെ പോലെ തന്നെ നാരങ്ങ വെള്ളം കൊടുക്കുന്നതിൽ തെറ്റുണ്ടോ? ഇല്ല 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 ആ ഇല്ല ഇല്ല. പിന്നെ ഈ ഞാനത് പാല് പറയാറുണ്ട്. തെറ്റാണ്. പാല് തെറ്റാണ്. അതായത് പാലിനകത്ത് ഈ ഞങ്ങളുടെ പശുവിന്റെ ഞങ്ങളുടെ കാലിത്തീറ്റ കൊടുത്താൽ കൂടുതൽ മിൽക്ക് കാണുമെന്ന് പറയുന്നതിൻ്റെ അകത്തെല്ലാം ഈ സ്റ്റിറോയിഡൽ ടൈപ്പ് ഓഫ് ലാക്ടോജെനിക് ഹോർമോൺസ് ഒക്കെ അതിനകത്ത് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പശുവിന് കൂടുതൽ പാല് വരുന്നത്. അപ്പോൾ ഇതേ ഹോർമോൺസ് ഈ പാലിലും ഒരു പരിധി വരെ സെക്രീറ്റ് ചെയ്യപ്പെടും. അതുകൊണ്ടാണ് ഇപ്പൊ കുട്ടികൾ ഒന്നും കഴിച്ചില്ലെങ്കിൽ രാവിലെ ഒരു ഗ്ലാസ് പാലല്ലേ 1.5 ഗ്ലാസ് പാല് കുടിപ്പിച്ചിട്ടാണ് വിടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പരസ്യമായിട്ട് പറയാൻ പറ്റില്ലെങ്കിലും പറയുന്ന ഇന്നത്തെ കുട്ടികളൊക്കെ പിന്നെ വളരെ ചെറുപ്പത്തിൽ 8 വയസ്സിലും 9 വയസ്സിലും മെനാർക്കി വരുന്നതും അതുപോലെ തന്നെ അവരെ ബ്രസ്റ്റ് ഡെവലപ്മെന്റ്സ് ഭയങ്കര വലുതായിട്ട് വരുന്നതും ഒക്കെ ഈ പാലിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ്. അതേപോലെ തന്നെയാണ് ഒരു സ്റ്റഡി തന്നെ ഉണ്ട്. ഈ ടെക്നോ പാർക്കിന്റെ ആ പരിസരത്തുള്ള എഞ്ചിനീയേഴ്സ് കപ്പിൾസ് കൂടുതൽ ഇൻഫെർട്ടൈലിറ്റി ഉള്ള ഒരു ഏരിയ ആണ് അവിടെ. കാരണം എന്താന്ന് പറഞ്ഞാൽ അവർ ഫുഡൊന്നും വീട്ടിൽ ഉണ്ടാക്കത്തില്ല. എല്ലാം ഈ കോഴിയാണ്, ചിക്കനാണ് കഴിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഈ ഹോർമോണൽ ഇൻഫ്ലുവൻസ് ഉണ്ട്. എനിക്ക് തന്നെ ഇവിടെ വരുന്ന ഇൻഫെർട്ടൈലിൽ നല്ലൊരു ശതമാനം ടെക്നീക്സ് ആണ്. കാരണം ഈ ഫുഡാണ് അതിനകത്തുള്ള കോസ്. നമുക്ക് സലീം ഡോക്ടറിലും കൂടെ പോകേണ്ടതുണ്ട്. സലീം ഡോക്ടറെ. സാറേ, മോർണിംഗ്. സാറിനോട് ഒരു അറിവ് പകർത്തലാണ്. നമ്മൾ ഈ നാച്ചുറോപ്പതിക്കാർ പറയുന്ന പുളിയുള്ളതും മധുരമുള്ളതില്ലേ, അങ്ങനെ ഒരുമിച്ച് കഴിച്ചാൽ വയറുവേദന ഞാൻ മധുരമുള്ള വാങ്ങിയ ഇവരെന്നെ പറഞ്ഞിട്ട് പച്ച മാങ്ങ കൂടി ഞാൻ കഴിച്ചു നോക്കിയിട്ടുണ്ട്. ഭയങ്കര വയറുവേദന എടുത്തു. അതാ ഞാൻ പറഞ്ഞ ഞാൻ പിന്നെ അതിന്റെ ഡീറ്റെയിലോട്ട് പോയില്ല. പിന്നെ വേറെ അനുഭവമുള്ളത്, ഞാനിങ്ങനെ ചെരുപ്പിടാതെ നടക്കുമായിരുന്നു. അങ്ങനെ നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും തേയാൻ തുടങ്ങി. ചെരുപ്പിന്റെ അടിവശമല്ല, ഉൾവശം. അതോടെ പിന്നെ അതുകൂടാതെ രാത്രി എങ്ങനെ അറിയാതെ കാല് ചൊറിയുമ്പോൾ ഒരു കാലം കൊണ്ട് മറ്റേ കാലം ചൊറിയുമ്പോൾ അതിന്റെ തൊലി പോകാൻ തുടങ്ങി. പിന്നെ ഇപ്പൊ ആഴ്ചയിൽ 1-2 ദിവസം നോക്കി മാറ്റി ഈ ചെരുപ്പിടാനുള്ള നടന്നു. കാല് കല്ല് പോലെ. അല്ല ശരിക്കും അതുണ്ട്. അത് നല്ല സ്റ്റിഫാവും. അത് ശരിയാ. പക്ഷെ നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ വെളിയിൽ ചെരുപ്പിടാതെ നടക്കാൻ പറ്റത്തില്ല. ഞാൻ വെളിയിൽ തന്നെ റോട്ടിൽ കൂടെ തന്നെ നടക്കുന്നത്. ശരി, 5 കിലോമീറ്റർ. പലരും ഇങ്ങോട്ട് ഉപദേശിക്കട്ടോ, പഠിപ്പിക്കില്ലെന്ന് പറയും. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം ഞാൻ വിട്ടുപോയി. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡോക്ടറെ, OA നീ ലേഡീസിന് ഏറ്റവും കൂടുതൽ ഇപ്പൊ കാണുന്ന ഒരു കണ്ടീഷനാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഓഫ് നീ ജോയിന്റ്. എന്താന്ന് പറയാമോ കാരണം? 100% കാരണം എന്ന് പറയുന്നത് കേട്ടാൽ എല്ലാവരും ചിരിക്കുമെങ്കിലും അതാണ് സത്യാവസ്ഥ. എന്താന്ന് പറഞ്ഞാൽ യൂറോപ്യൻ ക്ലോസറ്റ് ആണ്. യൂറോപ്യൻ ക്ലോസറ്റ് മാറ്റിക്കഴിഞ്ഞാൽ കേരളത്തിലെ 50% ലേഡീസിനും ഈ പിന്നെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വരത്തില്ല എന്നുള്ളതാണ് എന്റെ. കാരണം എന്താണെന്നറിയാം, ഇവര് കാല് മടക്കുന്നില്ലല്ലോ. മടക്കുമ്പോൾ കാലില് ഹോൾ വെയിറ്റ് വരുവാണ്. അപ്പോഴത്തേക്ക് ഈ നല്ല റിജിഡായിട്ട് നല്ല ഇതായിരിക്കും. ഈ യൂറോപ്യൻ ക്ലോസറ്റ് ഉപയോഗിക്കുന്നവർ ജീവിതത്തിൽ ഒരിക്കലും മുട്ടുമടക്കിയിട്ടില്ലാത്ത ആൾക്കാരായിരിക്കും. എപ്പോഴെങ്കിലും ഒരു കാരണവശാൽ ഒരു സ്ട്രെയിൻ വന്നിട്ട് മുട്ടുമടക്കി സ്ട്രെയിൻ വന്നു കഴിഞ്ഞാൽ അന്ന് മുതൽ ഈ വേദന വരും. പിന്നെ നീ സ്ട്രെയിൻ വരും. അത് കഴിഞ്ഞിട്ട് അതിനെ തുടർന്ന് മറ്റേ തേയ്മാനങ്ങളും ഇതും ഒക്കെ വരും. അത് മാറ്റാമെങ്കിൽ തന്നെ. അതുപോലെ തന്നെ
നമ്മളെ ഈ കുളി, അതുകൂടെ പറഞ്ഞ് ഞാൻ നിർത്താം പെട്ടെന്ന്. കുളി ഞാൻ പറയാൻ വിട്ടുപോയ പോയിന്റാണ്. കുളി എന്ന് പറയുന്നത് നമുക്ക് എക്സസൈസ് ഓറിയന്റഡ് ആക്കാം. കാരണം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ എന്നും ഒരു ഫിക്സഡ് ടൈമിൽ കുളിക്കുക എന്ന ആൾക്കാരാണ് മെജോറിറ്റി. അത് ഓക്കെ. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ കുളിക്കുന്നത് എങ്ങനെയാ? ഷവറിൽ വെള്ളം തുറന്നിട്ടാണ്. അതിന് പകരം നമ്മളെ ക്ലോസറ്റിന്റെ അവിടെ താഴ്ന്ന ഒരു പൈപ്പ് കാണും. ആ പൈപ്പിന്റെ അവിടെ ഒരു ബക്കറ്റ് വെച്ചിട്ട് മഗ്ഗിൽ വെള്ളം കോരി കുളിക്കുകയാണെങ്കിൽ നമ്മളൊരു 20 അല്ലെങ്കിൽ 30 പ്രാവശ്യം കുനിയുകയും നൂരുകയും ചെയ്യുന്നു. അതൊരു വലിയ എക്സസൈസ് ആണ്. അപ്പോൾ ആ എക്സസൈസ് ടൈം ഓറിയന്റഡുമാണ്. അതുകൊണ്ട് ഏറ്റവും വലിയ എക്സസൈസ് നമ്മൾ ഇതൊക്കെ മാറ്റിയതാണ് നമുക്ക് അസുഖം വരാൻ കാരണം. ടൈം ഓറിയന്റഡ് ആയിട്ട് കുളിക്കുക, താഴെ ബക്കറ്റ് വെച്ചിട്ട് വെള്ളം കോരിക്കുക, നെവർ യൂസ് ദ ഷവർ എന്നുള്ളതാണ്. നന്ദി സാറേ. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ വന്ന് ചാറ്റ് ബോക്സിൽ വന്നു. മൈ ഹോമിയോപ്പതി എന്നുള്ള സാറിന്റെ ബുക്ക് ഇപ്പോഴും അവൈലബിൾ ആണോ എന്ന് ഒരു ചോദ്യം വന്നു. എന്താണ് മൈ ഹോമിയോപ്പതി എന്ന ബുക്ക് സാറിന്റെ അവൈലബിൾ അല്ല. ഈ ബുക്ക് ഈ ബുക്കും ഉണ്ട്, വിലയ്ക്ക് വാങ്ങാന്ന് പറയുന്ന അതിന് ഞാൻ ബുക്ക് എഴുതിയിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ കുറെ കൂടെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അത് രണ്ടും അവൈലബിൾ അല്ല. മൈ ഹോമിയോപ്പതി അവൈലബിൾ അല്ല, സ്റ്റോക്ക് തീർന്നു. ഈ ആരോഗ്യ വിലയ്ക്ക് വാങ്ങരുതെന്ന് പറയുന്ന ഒരു ബുക്കും ഉണ്ട്. അത് ഞാൻ നോക്കട്ടെ, ഞാനൊന്ന് പ്രിന്റ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്, പക്ഷെ എനിക്ക് മനസ്സിലായിട്ടില്ല. ചപ്പൽസ് റിഫ്ലെക്സോളജി വെച്ചുള്ള ചപ്പൽസ് ഉപയോഗിക്കാൻ എന്നതിനോട് അഭിപ്രായം എന്താന്നൊരു ചോദ്യം വന്നിരുന്നു. എനിക്ക് ഫുള്ളായിട്ട് കിട്ടിയില്ല ആരാ ചോദിച്ചെന്നുള്ളത്. റിഫ്ലെക്സോളജി എന്ന് പറഞ്ഞ ഒരു സയൻസ് ഉണ്ട്, അതിന് ബുക്സും ഉണ്ട്, കിട്ടും, വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെയുള്ള ചപ്പൽസ് ഉപയോഗിക്കാവോ എന്നാ ചോദിച്ചേക്കുന്നത്. ഏതാ ചപ്പൽസ് ഉപയോഗിക്കാവോ? ചപ്പൽസ് അല്ലേ? ചപ്പൽസ് ഈ ബാറ്റ അതുപോലുള്ള കമ്പനിയിലൊക്കെ ഇറക്കിയ ചപ്പൽസ് നമ്മളെ മുള്ളുപോലെ ഇരിക്കുന്നെങ്കിൽ അത് ചവിട്ടുമ്പോൾ വളയും. അതുകൊണ്ട് അതിന്റെ പ്രയോജനം റിയലി കിട്ടുന്നില്ല. അങ്ങനെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ നിർത്തി. പക്ഷേ അല്ലാതെ മാർക്കറ്റിൽ ചില കമ്പനിക്കാർ ഇറക്കുന്നുണ്ട്, നല്ല സ്റ്റിഫായിട്ടുള്ള ടോപ്പ്, നല്ല റൗണ്ട് ആയിട്ടുള്ള നല്ല പ്രൊജക്ഷൻ, ഹാർഡ് പ്രൊജക്ഷൻ ഉള്ള സ്ലിപ്പർ കിട്ടുന്നുണ്ട്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഇഫക്റ്റ് കിട്ടുന്നുണ്ട്. മറ്റേ പഴയ ആദ്യമൊക്കെ ഇറങ്ങിയ ടൈപ്പ് ഇങ്ങനെ വളഞ്ഞു പോകും അതിന്റെ ടിപ്പ്, അതുകൊണ്ട് ആ പ്രയോജനം കിട്ടത്തില്ല ഒരിക്കലും. ഇപ്പൊ വേറെ കമ്പനിക്കാർ ഇറക്കുന്നുണ്ട്, അത് നോക്കി വാങ്ങിച്ചാൽ മതി. ടോപ്പ് മുള്ളുപോലെ അല്ലാതെ റൗണ്ടഡ് ആയിട്ട് നല്ല ഹാർഡായിട്ടുള്ള മുള്ളുപോലെ ഉള്ളത്, അതിട്ട് കഴിഞ്ഞാൽ ഈ പ്രയോജനം കിട്ടും, തീർച്ചയായിട്ടും കിട്ടും. ഡോക്ടർ, ഈ ഡയബറ്റിക്കാർക്ക് പോളിയൂറിത്തിൻ ഫോം വെച്ച് ഉണ്ടാക്കിയ ചെരുപ്പ് നല്ലതാണെന്ന് പറയുന്നുണ്ടല്ലോ. അത് ഈ പ്രയോജനം കിട്ടില്ലല്ലോ അതിന്. ഇത് നമ്മൾ സെന്റർ സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ളതാണ്. അതെ. അതുപോലെ തന്നെ ഈ ഉറങ്ങുന്ന കാര്യത്തിൽ ഈ മെത്തപ്പുറത്ത് കിടക്കുന്നതിനേക്കാളും ചകരി മെത്തയില് സോഫ്റ്റ് തലയണ വെച്ച് കിടന്ന് ഉറങ്ങുന്നവർക്ക് ഈ ഇതുണ്ടല്ലോ, കഴുത്ത് വേദനയും മറ്റൊന്നും വരില്ല എന്ന് പറയുന്നു. അത് അങ്ങനെയാണല്ലോ. നമ്മൾ മലന്ന് കിടക്കുവാണെങ്കിൽ നമ്മളെ ഓക്സിപുട്ടും നമ്മളെ ബോഡിയുമായിട്ടുള്ള ഡിഫറൻസിലുള്ള ആ കഴുത്തിന്റെ ആ ഡിഫറൻസിൽ ആ പിറ്റിൽ വരുന്ന ഹൈറ്റിൽ മാത്രമുള്ള തലവേദന. ഇനി നമ്മൾ സൈഡിലോട്ട് ചെരിഞ്ഞ് കിടക്കുവാണെങ്കിൽ നമ്മളെ ചെവിയോട് ചേർന്ന തലയോട്ടിയും നമ്മളെ ഭുജത്തിന്റെ ഷോൾഡറിന്റെ ഔട്ടർ ആസ്പെക്റ്റും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഹൈറ്റ് എടുത്തിട്ട് ആ ഹൈറ്റിലുള്ള തലവേണ ഉപയോഗിക്കണം. സൈഡിൽ കിടക്കുമ്പോൾ, മലന്ന് കിടക്കുമ്പോൾ ചെറിയ തലവേണയും സൈഡിൽ കിടക്കുമ്പോൾ വലിയ തലവേണയും. അതാണ്. സാറിനൊരു നന്ദി പറയണേ. എന്നോടാണോ? അതെ. ഹരികുമാർ ഡോക്ടറെ എത്രയോ വർഷങ്ങളായിട്ട് എനിക്കറിയാം. ആരോഗ്യരംഗത്ത് ഇത്രയും പ്രഗത്ഭനായ ഒരു മനുഷ്യൻ നമ്മുടെ കൂട്ടത്തില് വന്നു കിട്ടിയതിൽ നമുക്കൊക്കെ നല്ലപോലെ അഭിമാനിക്കാവുന്നതാണ്. അദ്ദേഹത്തിന്റെ ഓരോ വാക്കും നമ്മുടെ ജീവിതത്തിന് ഉതകുന്ന തരത്തിലുള്ള ക്ലാസ്സുകളാണ്. ഇനിയും എപ്പോഴും ഇവിടെ വന്ന് നമുക്ക് വേണ്ടുന്ന പ്രചോദനങ്ങളും നമുക്ക് ആരോഗ്യ അറിവുകളും തരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അങ്ങക്ക് എൻ്റെയും ഈ പ്ലാറ്റ്ഫോമിലുള്ള എല്ലാവരുടെയും പേരിലുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഗുഡ് നൈറ്റും പറയുന്നു. നന്ദി ജയചന്ദ്രൻ ഡോക്ടറെ. എന്തായാലും വളരെ ഒരു നല്ല ക്ലാസ്, പ്രത്യേകിച്ചും ഡോക്ടേഴ്സിന് ആരോഗ്യം നിലനിർത്താൻ ആവശ്യമായ ടിപ്പുകൾ പറഞ്ഞ് വളരെ ഒരു നല്ല ക്ലാസ് തന്ന ഹരികുമാർ ഡോക്ടർക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. ഇത് വീണ്ടും ഇതുപോലുള്ള നല്ല ക്ലാസ്സുമായിട്ട് വീണ്ടും വരണമെന്നും കൂടി അപേക്ഷിക്കുകയാണ് സാറേ. എന്തായാലും
ഇന്നത്തെ ഈ വെബിനാറിൽ പങ്കെടുത്ത എല്ലാവരും ഭാഗ്യമുള്ളവരാണ്. ഇത്രയും നല്ല കാര്യങ്ങൾ അറിയാൻ സാധിച്ചു. ഇത് കേൾക്കുന്ന യൂട്യൂബ് വഴി കേൾക്കുന്നവർക്കും പ്രയോജനം കിട്ടട്ടെ. അങ്ങനെ നമ്മുടെ 1973 പ്രതിദിന വെബിനാർ വിജയകരമായി ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. എല്ലാവർക്കും നന്ദി.